നമസ്കാരം. നമസ്കാരം. നിലവില് പലവരും പറയുന്നുണ്ട് മഴയായതുകൊണ്ട് നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അഡ്ഹോക് ലേണിംഗിന്റെ അഡ്ഹോക് ലീഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കുറെ പേരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പ്രൊഫഷനുകളിൽ ഒന്നായിട്ടുള്ള അഡ്വക്കസിയിലേക്ക്, അല്ലെങ്കിൽ കോട്ടിട്ട് കോടതികളിലേക്കും കോട്ടിട്ട് വാദിച്ചു ജയിക്കാനും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വക്കീലാവുകയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള, കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് അർജുൻ പി എന്നുള്ളതാണ് എന്റെ പേര്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് ആനയിക്കുന്നത്. ഈ പ്രൊഫഷന്റെ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന ഓറിയന്റേഷൻ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടനവധി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ പലപ്പോഴും വക്കീലായാലോ എന്ന് പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ്. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് LLBക്ക് ഇതേപോലെ ഒരു കോച്ചിങ് ക്ലാസ്സിന് പങ്കെടുക്കുന്ന സമയത്ത് എന്നോട് നാട്ടുകാർ ചോദിച്ചിരുന്നു, കള്ളം പറയാനാണോ പോണേ? അല്ലെങ്കിൽ ഒന്ന് ഈ തരത്തിൽ ചോദിക്കുന്നവർ മറ്റു തരത്തിൽ ചോദിക്കുന്നത് ഇനി അടുത്ത നന്ദഗോപാൽ മാരാർ താൻ തന്നെ എന്ന തരത്തിലാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ വളരെ തന്റെ വ്യക്തിത്വം പറയാനും അനുഭവം പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പറയാനും കോട്ടിട്ട് നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇത് ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ്. അതേപോലെ തന്നെ ഈ കേരളത്തിലും രാജ്യത്തും ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷനുകളിൽ ഒന്ന് ഏതാണ്? അഡ്വക്കസിയാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്ലാസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒട്ടനവധി സാറുമാര് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. ഞങ്ങളെല്ലാം നിങ്ങളെ സുഹൃത്തുക്കളാണ്. ഇപ്പോ പലവർക്കും തോന്നിയിട്ടുണ്ടാവാം വക്കീലാണല്ലോ, അല്ലെങ്കിൽ ഇവരൊക്കെ വക്കീലന്മാരാണ്, ഇവരോടൊക്കെ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത്? നിങ്ങൾ അധ്യാപകരെ പോലെ തന്നെ കാണേണ്ട ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഈ സെക്ഷൻ ആദ്യം അതിനുശേഷം കൈകാര്യം ചെയ്യുന്നത് അശ്വിനെ എന്ന് പറയുന്നിട്ടുള്ള ഈ ക്ലാസിന്റെ ചീഫ് മെന്ററാണ്. അശ്വിൻ ചേട്ടന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അശ്വിൻ വക്കീലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അശ്വിൻ ചേട്ടൻ എന്ന് പറയുന്നത് ക്ലീ എക്സാമിനേഷന് 11ാം റാങ്ക് മേടിച്ചത് മാത്രമല്ല, ഒട്ടനവധി PSC എക്സാമുകളായിക്കോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം പ്രിസൺ ഓഫീസറായി വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം അവസാനം പ്രിസൺ ഓഫീസർ എന്ന ജോലി അദ്ദേഹം രാജിവെച്ച് ഈ പ്രൊഫഷന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഒട്ടനവധി പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഈ ക്ലാസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ കുറെ പേര് ഏജിനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. എന്തുകൊണ്ട് വയസ്സായിട്ടും അതേപോലെ തന്നെ ഏജ് ആയിട്ടും പിന്നീട് ഈ പ്രൊഫഷനിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഡിഗ്രി കോഴ്സ് എടുത്ത് പരിശോധിക്കുക, MBBS എടുത്ത് പരിശോധിക്കുക, ഏതൊരു കോഴ്സിനും ഏജ് ബാർ വെച്ചപ്പോഴും ഈ ഒരു കോഴ്സിന് ഏജ് ബാർ വെച്ചില്ല എന്ന് പറയുന്നത് ഈ പ്രൊഫഷന്റെ പ്യൂരിറ്റിയും അതേപോലെ തന്നെ ഈ പ്രൊഫഷന്റെ വളരെ ബ്യൂട്ടിഫുൾ സെക്ഷൻ കൂടിയാണ്. ഇനി അടുത്തത് ഈ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് അശ്വിൻ സാറിനെ പ്രവൃത്തി പരിചയവും അശ്വിൻ സാറിന്റെ വിഷയങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് അഡ്വക്കേറ്റ് ഹരേ സാറാണ്. ഹരേ സാറ് ഒട്ടനവധി ക്ലാസ്സുകളായി കുറെ വിദ്യാർത്ഥികളെ ഈ PSC കോച്ചിങ്ങും അതേപോലെ തന്നെ ക്ലീ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഈ പ്രൊഫഷണലാണ്. ഇതുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പറയുന്നതും, തൃശ്ശൂർ കോടതിയിൽ കുറെ കാലം പ്രാക്ടീസ് ചെയ്തിരുന്ന അദ്ദേഹം അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ അഡ്വൈസ് നൽകാൻ പറ്റും ആ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് ഹരേ സാർ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, സംസാരിക്കുന്നതാണ്. അതിനുശേഷം എബി സാറാണ്. എബി സാർ ലോ കോളേജിന്റെ കഴിഞ്ഞ മൂവ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾക്ക്
ലോ കോളേജിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു, എങ്ങനെയാണോ ഒരു മോക്ക് കോർട്ട്, അതേപോലെ തന്നെയാണ് ലോ കോളേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് മൂട്ട് കോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇത് കുറെ കാലമായി ക്യാമ്പസിനകത്തും പുറത്തും രാജ്യത്തിന്റെ വിവിധ ക്യാമ്പസുകളിലും നാഷണൽ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ അദ്ദേഹം പോയി പങ്കെടുക്കുകയും പ്രൈസ് വാങ്ങുകയും അങ്ങനെ ലോ കോളേജ് മൊത്തം അദ്ദേഹത്തിന് മൂട്ട് കോർട്ടിന്റെ ഭാരവാഹിയായിട്ട് പോലും വെച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പറയാനുണ്ടാവും. ഇത്തരം ഇനിയും നമ്മളടുത്ത് കുറെ അധ്യാപകരും നിങ്ങളെ നിലവിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു അഡ്വോക്ക് ലേണിംഗിന്റെ അഡ്വോക്ക് ലീഗത്തിൽ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പറയുന്ന ഒരു ടോപ്പിക്കാണ് നിലവിൽ എടുക്കാൻ വേണ്ടി. ഹലോ സർ, മ്യൂട്ട് ആണ് സർ. മൈക്ക് മ്യൂട്ടായി സർ. ഒന്നും കേൾക്കുന്നില്ലല്ലോ സർ. മ്യൂട്ടായി സർ. സർ മ്യൂട്ടായി. മൈക്ക് മ്യൂട്ടാ. അഡ്മിൻ ആരാന്ന് വെച്ചാൽ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. വോയിസ് മ്യൂട്ട് മാറ്റൂ. അതുപോലെ ക്യാമറ ഓഫ് ആണല്ലോ. ഹലോ, ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? യെസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ സ്ലൈറ്റ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടി, ദാറ്റ്സ് ദ റീസൺ. കേൾക്കാൻ പറ്റുന്നില്ല? യെസ്, ഓക്കെ, ശരി. സോ മൈസെൽഫ് അഡ്വക്കേറ്റ് എബി മേനോൻ. ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിച്ചത്. ഐ ബീൻ പ്രാക്ടീസിംഗ് ഫോർ ഓൾമോസ്റ്റ് 1 year ഇൻ ദ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്സ് നൗ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പൊ ഞാൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ലോ ആസ്പിറന്റ്, നിങ്ങൾ ലോ ഇനി നിങ്ങൾ ലോ ആണ് ആസ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്. സോ ദെർഫോർ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഫസ്റ്റ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നിയമം, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. സോ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ഇമ്പോർട്ടൻസ്, ഇതിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അല്ലെ? So therefore, that is the main thing that I will be focusing, as well as the importance or the prestige of advocate life. അല്ലെങ്കിൽ advocacy life ന്റെ prestiges എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. So first of all, I will make you understand a basic idea of what law is. എന്താണ് law, എന്താണ് നിയമം എന്നുള്ളത്. നമ്മളിപ്പോ എൻജോയ് ചെയ്യുന്ന ഏതൊരു ഫ്രീഡം ആയാലും, നമ്മളിപ്പോ പുറത്ത് ഫ്രീ ആയിട്ട് നടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്ത് തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യമായാലും അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ലോയിൽ നിന്നിട്ടാണ്, അല്ലെ? ലോ ഉള്ളത് കൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. ഒരു രാജാക്കന്മാര് ഭരണം നടത്തിയിരുന്ന കാലത്ത് ഒരു രാജാവ് വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങളുടെ സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല, അല്ലെ? വി കാൻ സേ ദാറ്റ് അത് എന്റെ സ്ഥലമാണ്, നിങ്ങൾക്ക് ചോദിക്കാൻ എന്ത് അധികാരമുണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുകയില്ല. ബട്ട് നൗ ഏതൊരു എലോൺ മസ്ക് അല്ലെങ്കിൽ ഏതൊരു വലിയൊരു മനുഷ്യൻ വന്ന് പറയാണ് നിങ്ങളുടെ അടുത്ത്, ഈ സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് മൈ റൈറ്റ്, അല്ലെ? ഐ ഹാവ് റൈറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ആ സ്ഥലം എന്റെ കൈവശമുള്ളതാണ്, അത് എനിക്കുള്ളതാണെന്ന് പറയാൻ അവകാശം അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ലോ ഗിവ്സ് യു ദ റൈറ്റ്. പിന്നെ ഞാൻ ലോ കോളേജിൽ സ്റ്റുഡന്റ് ആയിട്ട് കയറി വന്ന സമയത്ത് ഞാൻ ഭയങ്കര നൈവ് ആയിരുന്നു. ദാറ്റ് ഇസ് ഐ തോട്ട് ദർ ആർ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് റോങ്, അല്ലെ? നന്മയും തിന്മയും അല്ലെങ്കിൽ ശരി തെറ്റ്, അങ്ങനെ ഒരു വേർതിരിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ലോ പഠിക്കാനായിട്ട് ലോ കോളേജിലേക്ക് ആദ്യം വന്നത്. പക്ഷെ പിന്നീട് ഓരോ കൊല്ലം പോകുന്തോറും പഠിച്ചു വന്നപ്പോൾ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് there is no right and wrong. തെറ്റും ശരിയും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. I'm just going to ask you a simple question. ഒരു എക്സസൈസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു വ്യക്തി മറ്റൊരാളുടെ മകനെ കൊലപ്പെടുത്തി എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി മറ്റൊരാളുടെ മകനെ കൊന്നോളാം, he murdered a person. So first ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ എന്താ പറയാ? ദാറ്റ് പേഴ്സൺ ഡിഡ് എ റോങ് ആക്ട്, അല്ലെ? അദ്ദേഹം ഒരു തെറ്റായുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. ബിക്കോസ് മർഡറിങ് എ പേഴ്സൺ ഇസ് റോങ് എന്ന് നമ്മൾ പറയും, അല്ലെ? ബട്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചാൽ നമ്മൾ ചിന്തിക്കുകയാണ്. ദാറ്റ് ഇസ് ഇപ്പൊ നമ്മൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഏത്? ദൃശ്യം എന്ന് പറയുന്നത്, അല്ലെ? ദൃശ്യം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ മോഹൻലാല് ഒരു മർഡർ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഫാമിലി ഒരു മർഡർ ആണ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്?
വാട്ട് മോഹൻലാൽ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യത്തിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ചെയ്ത് ശരിയാണെന്ന് പറയും. ബട്ട് ഇൻഫാക്ട് ആസ് പെർ ലോ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ദർ ഹാസ് ബീൻ എ മർഡർ, അല്ലെ? സോ ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളുടെ കാഴ്ചപ്പാടിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷെ മറിച്ച് ചിന്തിച്ചു നോക്കി, അതായത് അപ്പുറത്തുള്ള ആള്, ആ ഒരു വരുൺ പ്രഭാകർ എന്ന് പറയുന്ന ആളുടെ അമ്മ സ്വന്തം മകൻ 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് വരെ നോക്കി വളർത്തിയ ആ മകൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായി പോകുമ്പോൾ ആ അമ്മയ്ക്കുള്ള വിഷമം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഓബ്വിയസ്ലി ഒരു മദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മയാവുമ്പോൾ മകൻ ഇല്ലാതായി പോകുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. സോ therefore there are two perspectives or two or more perspectives to the same situation. പക്ഷെ ആ സിനിമയിൽ മോഹൻലാൽ അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ കാണിക്കുന്നതുകൊണ്ടാണ് what we say that he is right, അല്ലെ? So therefore what I understood from learning law is that there is no right or wrong, but rather a right person and more right person, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സംഭവം കൂടുതൽ ശരിയായിട്ടുള്ള സംഭവം. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു രാജാവ് അല്ലെങ്കിൽ വിചാരണ നടത്തുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? അറ്റ് പ്രൈമ ഫേസി ഒരാൾ തെറ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹീസ് നോട്ട് ഹാവിംഗ് എനി ചാൻസ് ഫോർ ഹിം ടു സ്പീക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഥ പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേർഷൻ എന്താണെന്ന് പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടാറില്ല, അല്ലെ? ബട്ട് ആസ് ലോ ഡെവലപ്ഡ്, ലോ എന്ന് പറയുന്ന ആ ഒരു ടൂൾ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ഡെവലപ്പായി വന്നപ്പോൾ വാട്ട് ഇൻക്രീസ്ഡ് ദ പെർസ്പെക്റ്റീവ്, അല്ലെ? ഒരു സിറ്റുവേഷനിൽ തന്നെ ഏതൊക്കെ രീതിയിൽ നോക്കിക്കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് എന്തൊക്കെ പെർസ്പെക്റ്റീവ്സിൽ കാണാൻ പറ്റും, ആരുടെ ഭാഗത്താണ് കൂടുതൽ ശരി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ലോ ഡെവലപ്പായി വന്നു. സോ therefore law is merely a tool that helps us to understand different perspectives of a same situation. അതാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ലോ എന്താണെന്നുള്ളത്. ലോ ഈസ് ഓൾവേസ് ഇവോൾവിംഗ്, അല്ലെ? നമ്മൾ ഇന്ന് ഒരു നിയമം പഠിച്ചു, ഒരു 5 വർഷം കഴിഞ്ഞാൽ അതായിരിക്കില്ല, അല്ലെ? അത് മാറി വന്നേക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റീനെ ഇത്ര നാളും എന്താ ലോ പരിഗണിച്ചിരുന്നില്ല. ബട്ട് നൗ വാട്ട് ഇസ് ദ സ്റ്റാറ്റസ്? സുപ്രീം കോർട്ട് ഹാസ് സ്റ്റേറ്റഡ് ഇൻ ദ 2022 റൂളിംഗ് ദാറ്റ് ദി LGBTQ അല്ലെങ്കിൽ തേർഡ് ജെൻഡറിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. സോ therefore as we move on, as time passes, law will also develop with it. So therefore law is an ever evolving subject എന്ന് നമ്മൾ പറയും. ആൻഡ് ഇനി അഡ്വക്കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ആസ് എ ലോയർ ഫോർ ഓൾമോസ്റ്റ് 1 year അറ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്സ്. എനിക്ക് ആദ്യം ലോ പഠിക്കുന്ന സമയത്ത് BB-LLB ആണ് നമ്മൾ തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ BB-LLB എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് മൈ ഇന്റൻഷൻ വാസ് ടു ഗെറ്റ് ഇൻ ടു കോർപ്പറേറ്റ് ഫേം. ഏതെങ്കിലും കോർപ്പറേറ്റ് ഫേമിൽ കയറിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് അത് അതിനേലും നല്ലതാണ് അഡ്വക്കേസി എന്നൊന്നും ഞാൻ പറയുന്നില്ല. there is merits and demerits to all the fields. ബട്ട് ഒരു അഡ്വക്കേറ്റ് ആവുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ ഒരു വക്കീലിന്റെ കൂടെ ഞാൻ ജൂനിയർ ആയിട്ട് ഇന്റേൺ ആയിട്ട് കയറി ഒരു 2 മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ദി പ്രസ്റ്റീജിയസ്നെസ് അല്ലെങ്കിൽ ദി ഇമ്പോർട്ടൻസ് ഓഫ് ആൻ അഡ്വക്കേസി ഈസ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോ, നിങ്ങളോട് എല്ലാവരും കൂടെ പറയാണ്, നമ്മൾ ഈ ലോ ഫീൽഡിലേക്ക് പഠിച്ചു തുടങ്ങാൻ നമ്മൾ ഇപ്പൊ തന്നെ ലോ ആസ്പിറന്റ് ആയി കഴിഞ്ഞാൽ we will forever be a law aspirant എന്നുള്ളതാണ്. because there is no end to learning law. എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എന്ന് പഠനം നിർത്തുന്നു അന്ന് we fail as a lawyer or a law aspirant. so therefore ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ കാല് കുത്തി കഴിഞ്ഞാൽ you are always learning. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു ജേർണൽ വായിച്ചപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ടുള്ള സെന്റൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. there is nothing under the sun, there is nothing under the sun a lawyer or an advocate shouldn't know എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സൂര്യന് കീഴിലുള്ള ഏതൊരു സബ്ജക്റ്റ് ആയാലും a lawyer or an advocate should be well thorough with it എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനം നിർത്താനേ പാടില്ല. we should always be learning. അതുകൊണ്ട് തന്നെയാണ് പല ജഡ്ജ്മെന്റ്സിലും അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ when we address the other counsel we'll say learned counsel എന്നാണ് നമ്മൾ പറയാ. learned counsel because why? because പണ്ട് കാലം മുതലേ വക്കീൽമാരെന്ന് പറയുന്നത് വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് നമ്മൾ പറയാ. ഇപ്പൊ നമ്മളിപ്പോ ലോ പഠിക്കുകയാണ്. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് we should know other subjects as well. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 1-2 കേസുകൾ വരുമ്പോൾ കൺസ്യൂമർ കോടതിയിൽ കേസ് വന്നപ്പോൾ ഞാൻ പഠിച്ചൊരു സമയം we have to learn medical terminologies as well. ഒരു ആക്സിഡന്റ് പറ്റി വിചാരിക്കുക, ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആ ബോൺ മെറ്റാകാർബൽ ബോൺ അങ്ങനെ പലതരത്തിലുള്ള ബോൺസ് ഉണ്ട്, എന്തൊക്കെ ഇഞ്ചുറി പറ്റി, അതിന്റെ റിക്കവറി എങ്ങനെയാണ്, എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടെർമിനോളജീസ് ആണ്. ഒരു രീതിയിൽ ഒരു സാധാരണ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യമല്ല. മെഡിക്കൽ ടെർമിനോളജീസിനെ പറ്റി ഒരു ലോയറിന് ധാരണ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ
a person who deals with those kind of medical legal ആയിട്ടുള്ള സബ്ജക്ട് ഡീൽ ചെയ്യുന്ന ഒരു വക്കീലാണെന്നുണ്ടെങ്കിൽ that person will be well thorough as we could say as well as a doctor itself. അത്ര പേർക്ക് knowledgeable ആയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്, lawyers ആയിട്ടുള്ള advocates ആയിട്ടുള്ള ആൾക്കാർ. So therefore there is no limit to the subjects that we have to learn. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇന്റേൺഷിപ്പ് ആ സമയത്ത് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ദാറ്റ് ഇസ്, ഞാൻ ഇന്റേൺ ആണ്, ബട്ട് ഐ വാസ് വെയറിംഗ് മൈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് യൂണിഫോം. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ട്രെയിനിലാണ് തിരിച്ച്, എന്റെ നാട് ചാലക്കുടിയിലാണ്. ചാലക്കുടിക്ക് ട്രെയിൻ കിട്ടാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ, പൊതുവെ എന്താ പറയാ, നമ്മളങ്ങനെ ആരും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല, നമ്മള് വി ആർ നോബഡി ആക്ച്വലി അല്ലേ. ബട്ട് ഞാൻ ആ ഹൈക്കോർട്ടിന്റെ ആ ഏരിയയിലുള്ള ആ വഴി കൂടെ എന്റെ ബാഗും തൂക്കി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇട്ട് നടക്കുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ എന്റെ സൈഡിൽ ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു, സാറ് പിടിക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറിനൊന്നും പറയണ്ട, ഞാനൊരു ലോ സ്റ്റുഡന്റ് ആണ്, ഇന്റേൺ ആണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല സാറെ പിടിക്കാന്ന് പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെയാണെന്ന് പറഞ്ഞു. അപ്പൊ സാറിനെ കൊണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എന്നെ അപ്പൊ തന്നെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഞാൻ എന്റെ പേഴ്സ് എടുത്ത് പൈസ കൊടുക്കാൻ പോയപ്പോൾ ആളോട് വേണ്ട സാറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഐ വാസ് ആക്ച്വലി അമേസ്ഡ് ഹൗ പീപ്പിൾ പെർസീവ് us. നമ്മളെ കാണുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ബിക്കോസ് അത്ര പേർക്ക് അറിവുള്ള ആൾക്കാരാണെന്നുള്ളൊരു ഒരു കോമൺ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആൾക്കാരുടെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ 1 year ആയിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഏതൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ they will always address me as a sir or a വക്കീൽ. അങ്ങനെ വിളിക്കുള്ളൂ, വക്കീലെ സാറേ എന്ന് പറയുള്ളൂ. ബിക്കോസ് ഞാൻ എത്രത്തോളം പറയണം എന്നെ സാറെന്ന് വിളിക്കേണ്ട, വക്കീലിനെ വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ they will say no. അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യുന്നത്. ബിക്കോസ് അവർ പ്രൊഫഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞ പ്രൊഫഷന് അതിന് മാത്രം ഡിഗ്നിറ്റി ഉണ്ട്. ബിക്കോസ് വി ആർ ഓൾസോ, നമ്മളിപ്പോ ഈ പ്രൊഫഷൻ ചെയ്യുന്ന പൈസ എന്നുള്ള സംഭവം മാത്രമല്ല, വി ആർ ഹാവിംഗ് എ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ സൊസൈറ്റി ഓർ പീപ്പിൾ ആസ് ലാർജ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. So therefore, if you are becoming a very good lawyer, the impact that we can make on a society is not minimal, it is not small. നമുക്ക് അത്ര പേർക്ക് ഇമ്പാക്ട് ആണ് ഒരു സൊസൈറ്റിയുടെ മേൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ therefore, there, as per my perspective, there is no other dignified profession other than law. ലോന്റെ അത്ര ഡിഗ്നിറ്റി ഉള്ള ഒരു പ്രൊഫഷൻ വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ ഇത്ര കാലം കൊണ്ട് മനസ്സിലാക്കിയത്. So therefore, I will be taking more classes to you. My main subjects would be based on tort, അതുപോലെ തന്നെ contract and legal reasoning. So I will be meeting you all in the further sessions. So I hope everyone will join the session and you become very good law aspirants. Thank you all. I am inviting Advocate Hare for the next session. കേൾക്കുന്നില്ല കേട്ടോ? എനിക്കില്ല കേട്ടോ. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ ഞാൻ? അതെ സർ. ഓഡിബിൾ ആണ്. ഓക്കെ. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇപ്പൊ പോയി, അപ്പോ വൈഫൈ ഓഫായി. എന്റെ ഫോണിലെ നെറ്റ് വെച്ചാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഞാൻ ഓൺ ആക്കുന്നില്ല. ഐ ഹോപ്പ് ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കും. കറണ്ട് വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ഓൺ ആക്കി ഞാൻ എടുക്കാം. നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ പറ്റത്തില്ല? എന്നെ കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത്, എന്താ പറയാ, പ്രോബ്ലംസ് ഡീൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഇത്ര നേരം പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കറണ്ട് പോയി. അപ്പൊ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ നമ്മൾ അഡ്വേഴ്സ് സിറ്റുവേഷൻ നമുക്ക് ഡീൽ ചെയ്യണം, ഇല്ലേ? ഡീൽ ചെയ്യണം എന്ന് പറയുമ്പോൾ വൈഫൈ ഓഫ് ആയി. അപ്പൊ എന്ത് ചെയ്യും? ഫോണിൽ ഹോട്ട്സ്പോട്ട് വിളിച്ച് നെറ്റ് എടുത്ത് നമ്മൾ ക്ലാസ്സിൽ കയറുന്നു. കാരണം ക്ലാസ് നടത്തുക എന്നുള്ളത്, നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത്, നിങ്ങളോട് കാര്യം കൺവേ ചെയ്യുക എന്നുള്ളത് ഒരു അർജന്റ് ആയിട്ടുള്ള മാറ്ററാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമയം കണ്ടെത്തി ഇത്രയും ക്ലാസ്സിൽ കയറി ഇരിക്കുമ്പോൾ എനിക്കൊരു റീസൺ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ പണി, അല്ലെങ്കിൽ അഡ്വക്കസി എന്ന് പറയുന്ന വക്കീലന്മാരുടെ പണി എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ട് അത് തന്നെയാണ്. പ്രോബ്ലം സോൾവിംഗ് ആണ് മെയിൻ ആയിട്ട് പണി. നമ്മുടെ ഒരു കക്ഷി ഒരു പ്രശ്നം വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു വിഷയം വന്ന് നമ്മൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു. അപ്പൊ സാറേ എന്താ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചോളം ആ കക്ഷിയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം, ആ കക്ഷിയുടെ പ്രശ്നം നമ്മൾ. അപ്പോ പ്രോബ്ലം സോൾവിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, നമ്മള് 40 വട്ടം നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ കക്ഷികളുടെ പ്രശ്നം സോൾവ് ആക്കുക എന്നുള്ളത്.
എന്നിട്ട് ആ കക്ഷി ആ പ്രശ്നം സോൾവ് ആക്കുമ്പോൾ കക്ഷി ഫീസ്, അതാണ് നമ്മുടെ വരുമാനം. സോ എസെൻഷ്യലി ഇപ്പൊ നിങ്ങളിപ്പോ എല്ലാവരും എന്താ പറയാ LLB നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പറേഷന് മുന്നേ ഉള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫീൽഡ് എന്ന് പറയുന്നത് മെന്റലി ടഫായിട്ടുള്ള, പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആർത്തിയുള്ള ആളെ പോലെ തയ്യാറുള്ള പണിയെടുത്ത് Actually, the volume is not കേൾക്കുന്നുണ്ടോ? not audible. ഓടിക്കാവുന്നില്ല. ക്ലിയർ ആവുന്നില്ല സർ. ഹരി സാർ, ഹരി സാർ, പറഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ തൽക്കാലം എന്റെ സെഷൻ ആദ്യം എടുക്കാന്നാലേ, അപ്പോഴത്തേക്കും കറണ്ട് വരും നമുക്ക് നോക്കാം. ഓക്കെ, സോറി. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹരി സാറിന്റെ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിലാണ് നമുക്ക് എന്താണ് ക്ലീ എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സിലബസിലുള്ളത്, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെ തുടങ്ങി ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡന്റ്, ആസ് എ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നത് സാറുടെ ക്ലാസ്സിൽ നിന്നുമാണ്, സാറുടെ സെഷനിൽ നിന്നുമാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം. എന്തായാലും കറണ്ട് വരുമെന്ന് വിചാരിക്കാം. അതുപോലെ മഴയാണെന്ന് നമ്മൾ പ്രതീക്ഷിതമായിട്ട് നമ്മൾ മുമ്പേ ഈ ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. ഇനി അങ്ങോട്ട് നീട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ അത് കാരണം കൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചത്. പറ്റാത്ത ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ബാക്കിയുള്ളവർക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഹലോ, ബാക്കിയുള്ളവർക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. കേൾക്കാമോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഹലോ, അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ മ്യൂട്ട് മാറ്റാത്തത് കൊണ്ട് ബാക്കി പലരും മ്യൂട്ട് മാറ്റിയതാണ്, സോറി. സോ ഞാൻ പറഞ്ഞു വന്നത്, ഹരി സാറുടെ സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഹരി സാറിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഹരി സാറാണ് ഇതിനകത്ത് അഡ്മിഷൻസിനെ കുറിച്ചും അതുപോലെ സീറ്റ് അവൈലബിലിറ്റിയെ കുറിച്ച്, സിലബസിനെ കുറിച്ച്, ആസ് എ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്തെല്ലാം പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് ഹരി സാറിന്റെ സെഷനാണ്. സോ അത് കറക്റ്റ് ഇൻ ബിറ്റ്വീൻ നടുവിൽ തന്നെ കൊണ്ടുവന്നിട്ടത് സാറിന്റെ സെഷൻ ഇടാൻ കാരണം അതാണ്. അഡ്വക്കേറ്റ് ഹരികൃഷ്ണയുടെ സെഷൻ നമുക്ക് എന്തായാലും കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും അവിടെ കറണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം എറണാകുളത്താണ് ഉള്ളത് ഇപ്പോ. അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ മഴ, ഭയങ്കരമായിട്ടുള്ള മഴയുണ്ട്. ഞാൻ തൃശ്ശൂരാണ്, നമ്മുടെ ഓഫീസ് തൃശ്ശൂരാണ്. ഇവിടെയും മഴയുണ്ടെന്ന്, കാര്യമായിട്ട് മഴയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും മഴ ഉണ്ടാവും എന്ന്. കാരണം മുൻകൂട്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് കൊണ്ടാണ്. സോ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ തന്നെ ഇതിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റെക്കോർഡ് സെഷൻ നാളെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചു തരാം. അപ്പൊ അതിലേക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഡൗട്ടും മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. സോ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഹരി സാറിന്റെ സെഷൻ ഉണ്ടായിരിക്കും കേട്ടോ. സോ മൈസെൽഫ്, ഞാൻ അശ്വിൻ, അഡ്വക്കേറ്റ് ആണ്. തൃശ്ശൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്യാണ്. 2017 ഞാൻ ക്ലീ അറ്റൻഡ് ചെയ്യുന്നത്. സോ 2017-20 ഞാൻ എന്റെ 3 year LLB ആയിരുന്നു. അതിനു മുമ്പ് ഒരുപാട് മേഖല മാറി വന്ന ഒരാളാണ് ഞാൻ. പലർക്കും പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവും. LLB എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് കഴിയുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇവിടെ ആദ്യം പറയാനുള്ളത്, നമ്മുടെ അർജുൻ വക്കീലും ഇബി വക്കീലും പറഞ്ഞതുപോലെ, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, അതിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച അഡ്വക്കേറ്റ്സ് ആയി മാറാൻ സാധിക്കും. പലരും പറയുന്നത് എനിക്ക് കുറച്ച് ഏജ് ആയി, അല്ലെങ്കിൽ പലരും പറയും ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാ, സർക്കാർ സ്കൂളിൽ പഠിച്ചതാ എന്ന് പറയുന്നവരുണ്ട്. സോ ഇതൊന്നും ഒരു റീസൺ അല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാനും ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്വക്കേസി എന്ന് പറയുന്ന പ്രൊഫഷനില്
നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതിനെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേണ്ടത്. ഞാൻ എന്റെ സബ്ജക്ട് ആദ്യം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തും PG പഠിക്കുന്നതൊക്കെ മാത്സിലായിരുന്നു. അതിനുശേഷമാണ് MSc മാത്സിന് ശേഷമാണ് ഞാൻ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു MA ചെയ്യുകയും പിന്നീടാണ് LLB എന്ന് പറയുന്ന ഒരു ആഗ്രഹം എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ LLBയുടെ എൻട്രൻസ് എഴുതുന്നത്. ഓക്കെ, സോ എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് മാറി മാറി വന്നു. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫോർമൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറിയായിരുന്നു. PSC പ്രിപ്പയർ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. PSCക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ PSC പ്രിപ്പറേഷൻ കൂടുതലും കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ PSC ആയിരുന്നു എന്റെ മേഖല. അവിടെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു PSCയിൽ. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിട്ട് ജോലിയിൽ കയറി. LLBക്ക് ശേഷമാണ് കേട്ടോ. LLB കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറിയതിനു ശേഷം എനിക്ക് തോന്നി 2 വർഷത്തോളം സർവീസ് കഴിയാറായപ്പോഴത്തേക്കും 2 വർഷത്തോളം സർവീസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് എന്റെ മേഖല ഇതല്ല എന്ന്. അങ്ങനെ തിരിച്ചറിഞ്ഞാണ് എന്റെ ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാണ് ജോലി ഞാൻ ഗവൺമെന്റ് സർവീസ് റിസൈൻ ചെയ്തിട്ടാണ് വന്ന് എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റ് ആയത്. സോ അതിനുശേഷം കുറച്ച് ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ വന്നിരുന്നു. അതെല്ലാം ഞാൻ NJD ആയി, അതായത് ജോയിൻ ചെയ്യാതെ വിട്ട് കളഞ്ഞു. അത് ഇനി ജോയിൻ ചെയ്യണില്ല. എന്തായാലും ഈ ഒരു മേഖല വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് മാറാൻ സാധിക്കും. ഇതുപോലെ എന്ന് ഉദ്ദേശിച്ച് എന്നെ പോലെ എന്നല്ല, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി മാക്സിമം. എന്നെക്കാൾ മീതെ ഞാനെന്ന് പറയുന്ന ഒരു ജൂനിയർ അഡ്വക്കേറ്റ് മാത്രമാണ്. ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്. അവരെക്കാളെല്ലാം മീതെ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ കേട്ടുവരിച്ചുള്ള ഏറ്റവും പ്രബലരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും ഹരീഷ് സാൽവെ എന്നും കപിൽ സിബൽ എന്നും നാനി പൽക്കിവാല എന്നും അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വന്നേക്കാം. അതുപോലെയുള്ള ഒരു പേരായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്കും മാറാൻ സാധിക്കും. കാരണം ഇവരിൽ പലരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ലോ കോളേജിലൂടെ തന്നെയാണ്. അപ്പോ നിങ്ങളെല്ലാം ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു പാത്തിലേക്കാണ് നിങ്ങൾ കയറാൻ ശ്രമിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ വലിയൊരു തുടക്കമാവട്ടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സെഷനിലേക്ക് കിടക്കുകയാണ്. സോ ഇതില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആക്ച്വലി നിങ്ങൾക്ക് പറയാൻ വരുന്നത് ക്ലിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഹരേ സാറാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അഡ്ഹോക്ക് ലീഗത്തിലെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെ പഠിച്ചാലാണ് ശരിക്കും ഈ LLB എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് അത് PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, LLBയുടെ എൻട്രൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സിമിലർ ആണ്. അതായത് പഠിക്കുന്ന കാര്യം എന്താണോ പഠിക്കുന്നത് അത് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതെങ്ങനെ ഓർത്തു വെക്കാം? അതിനുള്ള ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ. ആ മന്ത്രമാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും പഠിക്കും, റിവിഷൻ ചെയ്യില്ല. റിവിഷൻ എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും റിവൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലരും എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിർത്തി പോകാനൊക്കെ കാരണം റിവിഷൻ സമയത്ത് ബോറിംഗ് ആയതുകൊണ്ടാണ്. സോ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം, മറക്കാതെ വെക്കണം. നമ്മുടെ എക്സാം എന്നാണോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അന്ന് വരെ നമ്മുടെ തലയിൽ ഉണ്ടാവണം. അത് നമ്മുടെ തലയിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് പല ടൈപ്പ് ഓഫ് റിവിഷനിലൂടെ നമ്മൾ പോകേണ്ടി വരും. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡെയിലി റിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ രീതിയിലുള്ളൊരു എക്സാം അല്ല. സാധാരണ നിങ്ങൾ എക്സാം നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 12th ഡിഗ്രിക്കോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് ഉള്ള പോലെയല്ല ഇതിനെ കാണേണ്ടത്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. മറ്റേതെന്ന് പറയുന്നത് എന്താ, ഒരു 40% മാർക്ക് മതി, അല്ലെങ്കിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ അത് പാസ് ആവുകയാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 40% 50% അല്ലോ മാറ്റർ ആവുന്നത്. ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് ആദ്യ ഒരു 100 റാങ്കുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 200 റാങ്കുകൾ അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ആ കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ടോപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ കുറച്ച് ഒരു പെർസെന്റേജ് ഓഫ് മാർക്കിന്റെ അപ്പുറത്തേക്ക് കയറുക എന്നുള്ളതല്ല.
ഓക്കെ, സോ ഇതിനാണ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി റിവൈസ് ചെയ്യണം. ഡെയിലി തരുന്നത് ഡെയിലി പഠിക്കണം. നമ്മൾ കോഴ്സായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോഴും ഡെയിലി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും, ക്ലാസ്സുകൾ തരുന്നുണ്ടായിരിക്കും. ആ ക്ലാസ് ഡെയിലി കണ്ട് അന്ന് തന്നെ അത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ വീക്കെൻഡില് വീക്ക്ലി റിവിഷൻ നടത്തണം. ആ വീക്കില് എന്തൊക്കെ പഠിച്ചുവോ ആ കാര്യങ്ങളെല്ലാം വീക്കെൻഡിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വീക്ക്ലി റിവിഷൻ നടത്താൻ ശ്രമിക്കണം. ദെൻ മന്ത് എൻഡില് മന്ത്ലി റിവിഷൻ നടത്താൻ ശ്രമിക്കണം. സോ ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, ഈ ഒരു പാറ്റേണില് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെനിഫിറ്റഡ് ആയിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് ഇതെല്ലാം പലതും നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പരിചയമുള്ളതായിരിക്കാം, പക്ഷെ ആൻസർ ഓർമ്മയില്ല. ഓപ്ഷൻ എ ആണോ ബി ആണോ എന്ന് സംശയം, അല്ലെങ്കിൽ ബി ആണോ സി ആണോ എന്ന ഒരു ഡൗട്ട് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതിന് കാരണം നമ്മുടെ റിവിഷൻ കറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. സോ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം അഡ്ഹോക്ക് ലേണിംഗിന്റെ കോഴ്സിൽ നമ്മൾ റിവിഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അഡ്ഹോക്ക് ലേണിംഗിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് എന്താണ് എന്ന് നമുക്ക് കാണാം. ഒരു ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആണ് നമ്മൾ നടത്തുന്നത്. സോ അതിനകത്ത് വൺ സെക്കൻഡ്. സോ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ചാണ് നമ്മൾ നടത്തുന്നത് ഈ വർഷം. 2025 എൻട്രൻസ് എക്സാം ഏകദേശം അടുത്ത വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കാം. ഈ വർഷം ഓഗസ്റ്റിലായിരുന്നു, അടുത്ത വർഷം ഒരുപക്ഷെ അതിനേക്കാൾ നേരത്തെ നടന്നേക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ജൂൺ ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. നമുക്ക് ഏകദേശം ഒരു 6 മാസത്തോളം സമയം നമുക്ക് പഠിക്കാനുണ്ട്. 6 to 7 മാസം സമയം നമ്മുടെ കയ്യിലുണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്ത് ആദ്യ 100 റാങ്കുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. ഓൾറെഡി നമ്മുടെ എബി വക്കീലിനെ നിങ്ങൾ കണ്ടു, അർജുൻ വക്കീലിനെ നിങ്ങൾ കണ്ടു, ഹരേ വക്കീലിനെ നിങ്ങൾ കണ്ടു, അതുപോലെ വർണ്ണന വക്കീലുണ്ട്, വിജയ് വക്കീലുണ്ട്, സോന വക്കീലുണ്ട്. അങ്ങനെ വക്കീലുമാര് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തരുന്നത്. നിങ്ങൾക്ക് CPC ഉണ്ട്, CRPC ഉണ്ട്, IPCക്ക് പകരം മിക്കവാറും ഇപ്രാവശ്യം BNS ആയിരിക്കും. അതുപോലെ CRPCക്ക് പകരം ഇപ്രാവശ്യം മിക്കവാറും BNSS ആയിരിക്കും, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതുപോലെ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന BSc എന്ന് പറയുന്ന ബുക്കായിരിക്കും. അതുപോലെ ചെറിയ ചെറിയ ഒരുപാട് ആക്ടുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറെ ബുക്കുകൾ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള ബുക്കുകൾ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമല്ലല്ലോ. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾ ഇതെല്ലാം പഠിക്കണ്ട. പക്ഷെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങൾ ഒരു ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രൻസിന് എവിടെ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. സോ ഇവിടെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ നമുക്ക് വീക്കെൻഡില് മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും തുടക്കം ഒരു ആവേശമൊക്കെ ഉണ്ടാവും. ആദ്യത്തെ ഒരാഴ്ചത്തെ ഒരു ആവേശത്തിൽ നന്നായിട്ട് പഠിക്കും. പക്ഷെ ആ ആവേശം കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും, ചിലപ്പോ ഇല്ലാതിരിക്കും. ഓക്കെ, സോ ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാനും ഹരേ സാർ ആയിരിക്കും നോർമലി നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കയറുക. സോ ആ സമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും ലൈവിൽ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ടോപ്പിക്കാണ് ടഫായിട്ട് വരുന്നത്, എവിടെയാണ് നിങ്ങളുടെ കുറവുകൾ ഉള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ മോട്ടിവേഷൻ സെഷൻ വീക്കെൻഡുകളിൽ നടത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ഉണ്ടായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെന്ററിങ് ഉണ്ടായിരിക്കാം. അതുപോലെ മോഡൽ എക്സാമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസ് എഴുതിയവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മോഡൽ എക്സാം എന്ന് പറയുന്നതിന്റെ പ്രസക്തി. കാരണം ഇത് CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. സോ അത് പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ തന്നെ, മോഡൽ എക്സാംസ് തന്നെ നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഏകദേശം 20ഓളം മോഡൽ എക്സാമുകൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ 20 മോഡൽ എക്സാമുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ എൻട്രൻസ് കമ്മീഷണറേറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നതെന്നും ആ എക്സാമുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നും എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്നും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. സോ ഈ മോഡൽ എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് നമുക്ക് 4,999 രൂപയോളമാണ് കേട്ടോ.
നമുക്ക് ടോട്ടൽ കോഴ്സ് ഫീസ് ആണ് നമ്മൾ പറഞ്ഞത്. ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് 4,999 രൂപയാണ്. ഓഫർ പ്രൈസ് ആണ്. ശരിക്കും 12,999 രൂപയോളം റേറ്റ് വരുന്നതാണ്. ഈ റേറ്റിലാണ് നമ്മൾ ഇപ്രാവശ്യം ലോങ് ബാച്ച്, അതായത് അടുത്ത എക്സാം എന്നാണോ അതുവരെയുള്ള കോഴ്സ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതൊരു 100 പേരുടെ ക്ലോസ്ഡ് ബാച്ച് ആണ്. 100 പേർക്ക് മാത്രം എൻട്രി കൊടുത്ത് ആ 100 പേരെ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ച് ആ 100 പേരെയും ഗവൺമെന്റ് ലോ കോളേജുകളിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതിനു വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നമ്മളോടൊപ്പം കൂടെ ചേർന്ന് പഠിക്കാം. സോ ഹരേ സാർ ഇതുവരെയും എത്തിയിട്ടില്ല. സോ ഹരേ സാർ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്വക്കസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അതിനുശേഷം ഈ എൻട്രൻസുമായി ബന്ധപ്പെട്ട എന്താണ് എൻട്രൻസ് എന്നും എൻട്രൻസിന്റെ സിലബസ് എന്താണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഹരേ സാർ പറഞ്ഞുതരും. ഓക്കെ. സോ അഡ്വക്കസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം എല്ലാവരും വിചാരിക്കുന്നു വക്കീലാവുക എന്നുള്ളത് മാത്രമാണോ? അല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. LLB കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വക്കീലാവാം എന്നുള്ളത് ഒരു വലിയൊരു ഓപ്ഷൻ തന്നെയാണ്. അതുകൂടാതെ ഉള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവും. വക്കീൽ പോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്ലീഡർ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്ലീഡർ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. സോ ആ എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം. ഓക്കെ. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജ് ആവുക എന്നുള്ളതാണ്. ജഡ്ജ് തന്നെ 2 തരത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം ഉണ്ട്. മുൻസിഫ് അഥവാ മജിസ്ട്രേറ്റ് കോടതികളിലെ ഏറ്റവും കീഴ്ക്കോടതികളിലെ ജഡ്ജസിനെ വിളിക്കുന്ന പേരാണ് മുൻസിഫ് അഥവാ മജിസ്ട്രേറ്റ്. സോ ഈ മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ തന്നെ APP അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാം എഴുതാനാണെങ്കിലും LLB കഴിഞ്ഞ് 3 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജില്ലാ ജഡ്ജ് എക്സാം ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റും. ജില്ലാ ജഡ്ജ് എക്സാം ആയിട്ട് നമുക്ക് ഡയറക്ട്ലി എഴുതാൻ പറ്റും. സോ അത് ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ സെക്രട്ടേറിയറ്റിലോ എല്ലാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയാ കയറുന്നത്? അത് PSC ത്രൂ ആണ്. അതിനും LLB ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഓക്കെ. അതുപോലെ പിന്നെയുള്ള ഓപ്ഷൻസ് ആണ് ബാങ്കുകൾ. ഒരുപാട് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ബാങ്കുകള് എല്ലാം ലീഗൽ ഓഫീസർമാരെ ആവശ്യമുണ്ട്. ബാങ്കുകളിലെ ലീഗൽ ഓഫീസർമാരെ. അതുപോലെ നമുക്ക് RBI പോലെയുള്ള, നിങ്ങൾക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ SEBI അല്ലെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ലീഗൽ ഓഫീസർമാര്, ലീഗൽ മാനേജർമാരുടെ പോസ്റ്റുകളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാലറിയാ. RBIയിലൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ സാലറി അലവൻസ് പെർക്സ് എല്ലാം കൂടിയിട്ട് ഏകദേശം മന്ത്ലി ഒരു 2 lakhന്റെ അടുത്തൊക്കെ പേയ്മെന്റ് കിട്ടുന്ന സ്ഥാപനമാണ് RBI, SEBI പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം. സോ അതെല്ലാം നമുക്ക് എക്സാമുകളുണ്ട്, അവരുടേതായിട്ടുള്ള എക്സാമുകളുണ്ട്. അത് എഴുതി നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ RBIയും ഇതും അല്ലാതെ ഇനി നമുക്ക് നമ്മുടെ ആർമി പോലെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇന്ത്യൻ ആർമിയിലെ JAG എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ആർമിയിലെ ലീഗൽ ഓഫീസർ ആയിട്ട് നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇതൊന്നും അല്ലെങ്കിൽ LLB കഴിഞ്ഞു, നിങ്ങൾക്ക് LLM ചെയ്ത് കഴിഞ്ഞാൽ, LLBയുടെ PG ആണ് LLM കഴിഞ്ഞു കഴിഞ്ഞാൽ UGC നെറ്റ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്, ലോ കോളേജുകളിലെ പ്രൊഫസർമാരായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാം. ഈവൻ UGC നെറ്റ് ഇല്ലെങ്കിൽ പോലും LLM കഴിഞ്ഞാൽ തന്നെ പ്രൈവറ്റ് ലോ കോളേജസിലെല്ലാം വേണമെങ്കിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസർമാരായിട്ട് മാറാം. ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ അല്ലാത്ത മറ്റ് പല സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം ലീഗൽ അഡ്വൈസർമാരെ അവരുടെ പോസ്റ്റുകൾ ഉണ്ടാവും. സോ അവിടെയെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പരിഗണന, റെസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ്. അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പേരും ആ പേരിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാ, ഇപ്പോ നവ്യ ഉണ്ട് ഇവിടെ, ഞാൻ ഒരു പേരെടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അഡ്വക്കേറ്റ് നവ്യ P എന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ബോർഡ് വെക്കുമ്പോ നമുക്കോ നമ്മുടെ പേരൻസിനായിക്കോട്ടെ നമ്മൾ സന്തോഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും വലിയ കാര്യമാണ്.
അതുപോലെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീടിന്റെ അടുത്തുള്ളവരൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പേരോടൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമുക്ക് വാശിപ്പുറത്ത് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ വീടിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ അതിർത്തി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാവും. നമ്മൾ വക്കീലായി കഴിഞ്ഞാൽ അതോടുകൂടി അവിടുത്തെ അതിർത്തി പ്രശ്നം തീർന്നു. പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലെ മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവർക്ക് അവിടെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഓർഡർ വരുമ്പോ ചിലപ്പോ ഒരു അഡ്രസ് പോലും പറയുന്നത് ആ അഡ്വക്കേറ്റ് ആരാണ് ഇവിടെ ഇനി ആരാളുള്ളത്, നിതിൻ സുഗതൻ അല്ലെ, അഡ്വക്കേറ്റ് നിതിൻ സുഗതന്റെ വീടിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് ആണ് എന്റെ വീട് എന്നൊക്കെ പറയുമ്പോ നമ്മളിലൂടെ ആയിരിക്കും ആ സ്ഥലം തന്നെ ചിലപ്പോ അറിയപ്പെടുന്നത്. നമ്മളിലൂടെ ആയിരിക്കും അവിടുത്തെ ആൾക്കാരെല്ലാം ആ വക്കീലിന്റെ വീട് കഴിഞ്ഞ എത്രാമത്തെ വീട് എന്നൊക്കെ ആയിരിക്കും പലരും ചോദിക്കുക. സോ അതെല്ലാം നമുക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ സ്വയം അതൊന്ന് ആലോചിച്ച് വെക്കുക. ഹൈക്കോടതിയിൽ ചെന്നുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിലാണ് നമുക്ക് നമ്മുടെ വക്കീൽ കോട്ടൊക്കെ ഇട്ട് നമ്മൾ എൻറോൾ ചെയ്യുന്നത്. സോ എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ എടുത്ത് ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഈ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഈവൻ നമ്മുടെ വളരെയധികം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ വൈഫോ നമ്മുടെ കുട്ടികളോ ഒക്കെ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ കണ്ട് പലരും മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതൊക്കെ ഒരു തുടക്കക്കാരന്റെ സന്തോഷമാണ് കേട്ടോ. കുറച്ചുനാൾ കഴിയുമ്പോ നമ്മള് വാദിക്കുന്ന കേസുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള കേസുകളിലെ പലതും നമ്മൾ വാദിച്ച് ജയിച്ചു, നമ്മൾ ത്രൂ പലർക്കും ജസ്റ്റിസ് ഡെലിവറി ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ചിലപ്പോൾ അക്യൂസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാള് തെറ്റുകാരനായി മുദ്ര കുത്തിയ ആളായിരിക്കാം, പക്ഷെ അയാൾ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള പലരെയും നമ്മൾ രക്ഷിക്കുമ്പോഴും അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ത്രൂ ജസ്റ്റിസ് ഡെലിവറി ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമുക്ക് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഹരേ സാറുടെ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു അല്ലെ. ഹരേ സാറിന് ഓക്കെ അല്ലേ? യെസ് ഹരേ സാറിനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം. സോ നമുക്ക് അഡ്വോക്ക് ലേണിംഗിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടി നമുക്ക് വീണ്ടും ഒത്തുചേരാൻ സാധിക്കും. നിങ്ങളെ എല്ലാവരെയും ഇനിയും നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ഇനിയുള്ള മോട്ടിവേഷൻ സെഷൻസിലും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും കാണാം എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ എൻറോൾമെന്റ് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ അഡ്മിഷൻ വരുന്ന സമയത്ത് ലോ കോളേജുകളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നടന്നു കയറുന്നതും അതോടൊപ്പം തന്നെ ഒരു 3 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴോ നിങ്ങളെല്ലാവരും വക്കീലായി നമ്മുടെ കോടതികളിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ കോടതികളിൽ ഞങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് സാറേ, അല്ലെങ്കിൽ വക്കീലെ ഞങ്ങൾ നിങ്ങളുടെ അവിടെ നിന്ന് പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷവും എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ് എപ്പോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. ക്ലാസ് December 7th ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അഡ്മിഷൻ എടുത്തതിന് ശേഷം അവരെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. സോ താങ്ക് യു ഓൾ. ഹരേ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നത് ഓഡിബിൾ ആണോ? ഞാൻ ഓഡിബിൾ ആണ്. ഓക്കെ, സോറി ഗൈസ്, കാർഡ് പണി പറ്റിച്ചു, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ കയറിയാണ്. അപ്പോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്, അപ്പോ നമ്മുടെ ബേസിക്കലി വക്കീൽ പണി അല്ലെങ്കിൽ അഡ്വക്കസി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി പ്രോബ്ലം സോൾവിങ് അല്ലേ, പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന പണി. പിന്നെ ഇവിടെ മുന്നേ ക്ലാസ് എടുത്തപ്പോ എബി വക്കീൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. ഈ ശരി തെറ്റ് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇല്ലേ. അപ്പൊ നമ്മള് എൻറോൾ ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2017 എൻട്രൻസ് എഴുതുന്ന സമയത്ത് എനിക്കിപ്പോഴും, ഞാനിപ്പോ കോഴ്സ് കഴിഞ്ഞു, ഞാൻ തൃശ്ശൂർ പ്രാക്ടീസ് തുടങ്ങി. ഇപ്പൊ ഹൈക്കോർട്ടിൽ, തൃശ്ശൂരിൽ നിന്ന് മാറി ഇപ്പൊ ഹൈക്കോർട്ടിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹൈക്കോർട്ടിൽ ഇപ്പൊ ഏകദേശം 1 കൊല്ലത്തോളമായിട്ട് ഹൈക്കോർട്ടിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്. ഞാനിപ്പോ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോ ഞാൻ വന്ന ജേണി, അപ്പൊ നമ്മൾ എന്ത് മറന്നാലും നമ്മൾ വന്ന വഴി നമ്മൾ മറക്കും ഇല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കില്ല. 2017 ഞാൻ എൻട്രൻസിന് ഞാൻ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്. ഓക്കെ, നമ്മുടെ വീട്ടിനകത്ത് ഒരു 5 വീടിന്റെ അപ്പുറത്തുള്ളൊരു ചേച്ചിയാണ്. ഇപ്പൊ ഞാൻ വരുന്നത്, എന്റെ വീട് പാലക്കാടാണ്. പാലക്കാട് ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, വലിയ അച്ഛനും അമ്മയും വക്കീലോ ഒന്നുമില്ല. അച്ഛനൊരു കർഷകനാണ്, അമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെ ഒരു ഇടത്തരം ഒരു ഹമ്പിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഹമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയാലും എനിക്ക് ഡ്രീംസിനൊട്ടും കുറവൊന്നുമില്ല. ആ ഡ്രീംസിന് ഞാൻ ഒരിക്കലും
എന്താ പറയാ, ഇപ്പൊ ഞാൻ കുറവ് വരുത്താറുമില്ല. ആ ഡ്രീംസിന് വേണ്ടി, ആ ഡ്രീം കാണാറുമുണ്ട്, ആ ഡ്രീംസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാറുമുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഫയർ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, മോനെ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇതൊക്കെ വല്ല വലിയ വലിയ വക്കീലന്മാരെ മക്കൾക്കോ അല്ലെങ്കിൽ ടൗണിൽ, ഞാൻ വരുന്നൊരു ഗ്രാമം, ഒരു പക്ക ഗ്രാമ ഏരിയയിൽ നിന്ന് വരുന്നു. അപ്പൊ അല്ലെങ്കിൽ വല്ല വക്കീലന്മാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ ടൗണിലുള്ള വല്ല ജനിച്ചു പറഞ്ഞുള്ള വല്ല പിള്ളേർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണി, നീ ഇത് വിട്ടിട്ട് നീ വേറെ വല്ലതും പോ, നീ വല്ല ഡിഗ്രി ഒക്കെ എടുത്ത് വല്ല PSC ഒക്കെ എഴുതി എന്ന് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മ. ഞാൻ ഈ പ്രൊഫഷനിൽ ഞാൻ എത്രത്തോളം ഹൈറ്റിൽ എത്തിയിട്ടും ഞാൻ ഒരിക്കലും പറഞ്ഞത് ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ എൻട്രൻസിന് തയ്യാറെടുക്കുന്ന എൻട്രൻസ് പരീക്ഷയുടെ ഏകദേശം 2 ആഴ്ച മുന്നെയാണ് ഞാനിത് കേൾക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഞാൻ എൻട്രൻസും ട്രാക്ക് ചെയ്ത് 49ാമത്തെ റാങ്കും സെക്യൂർ ചെയ്ത് എന്റെ ഫസ്റ്റ് ഓപ്ഷനായ ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരിൽ ഞാൻ അഡ്മിഷൻ എടുത്ത് അവിടെ അന്ന് നടന്ന നാട്ടിൽ നടന്ന ഓണാഘോഷത്തില് ഈ പറയുന്ന എന്നെ തള്ളിപ്പറഞ്ഞ ആളുടെ മുന്നിൽ നിന്ന് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി, മെറിറ്റ് സീറ്റ് കിട്ടിയതിന് ട്രോഫി വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയും, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓൾ അബൌട്ട് ഗീവിങ് ആൻസേഴ്സ് ഇല്ലേ. നമ്മളെ ഡൗട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളെ ഒരുപാട് താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഗീവ് ആൻസേഴ്സ് ഇല്ലേ. എല്ലാത്തിനും മറുപടി കൊടുക്കുക. മറുപടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളവർക്ക് തല്ലാനോ നമ്മളവർക്ക് തെറി പറയാനൊന്നും പോണ്ട. നമ്മുടെ സക്സസ് ആണ്, നമ്മുടെ വിജയമാണ് മറുപടി. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വരുന്നത് എന്താ, നിങ്ങൾ ഏത് വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായാലും, എത്ര ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായാലും, എത്ര വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാലും, നിങ്ങൾക്ക് +2 100% മാർക്കുണ്ടോ, നിങ്ങൾക്ക് +2 70%, LLB എഴുതാൻ 45% എന്ന മിനിമം മാർക്ക് മതി. ഓക്കെ, 100% ഉണ്ടോ, 60% ഉണ്ടോ, 70% ഉണ്ടോ, ഇതൊന്നും മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എൻട്രൻസ്. ഈ എൻട്രൻസ് എന്ന് പറയുന്ന സാധനം, ഓക്കെ, അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 2017 എൻട്രൻസ് എഴുതുമ്പോൾ എന്റെ ഒപ്പം എഴുതിയ 100% കിട്ടിയ കുട്ടി, 100% കിട്ടി ലോ കോളേജിൽ കയറിയിട്ടില്ല. എന്നാൽ എന്റെ ഒപ്പം എഴുതിയ 70% ഉള്ള ഒരു പയ്യൻ ലോ കോളേജ് എന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ പാസ്റ്റ് ഇൻസിഡൻസോ നമ്മുടെ പാസ്റ്റോ ഒന്നും ഇവിടെ മാറ്റർ ചെയ്യില്ല. നിങ്ങൾ ചിലർ വിചാരിക്കണം, സാറേ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ കാര്യത്തിൽ അറിയില്ല, ഈ പ്രൊഫഷനിൽ ഞാൻ ഫിറ്റ് ആണോ? ഒരിക്കലുമല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഓക്കെ, എന്റെ ക്ലാസ്സിൽ പക്ക മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് ഒരുപാട് പിള്ളേർ പഠിച്ച് ഇപ്പൊ അവർ നല്ല അടിപൊളിയായിട്ട് ജില്ലാ കോടതികളിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരും. സോ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അത് സെൽഫ് ബിലീഫാണ് മാറ്റർ. ഓക്കെ, ഞാൻ മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പഠിച്ച് ഒരു ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് വാങ്ങി പഠിച്ച് ഹൈക്കോടതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കയറി. ഞാൻ അന്ന് കണ്ട സ്വപ്നം ഇന്ന് ഞാൻ ആ സ്വപ്നം കൈവരിച്ചു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ ഇതിൽ നിന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് വിശ്വസിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് കയറുന്നു, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു 1 ഇയർ ലോങ് എൻട്രൻസിന് വേണ്ടി ഒരു പ്രിപ്പറേഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഒരു വർഷത്തെ ഒരു എന്താ പറയാ റിപ്പീറ്റർ ബാച്ചിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ഒരു റിപ്പീറ്റർ ബാച്ചിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നോളജോ എഡ്യൂക്കേഷനോ ഒന്നുമല്ല, ഡിറ്റർമിനേഷനാണ് വേണ്ടത്. എന്ത് തല പോയിട്ടായാലും ഞാനത് നേടിയെടുക്കും. ഇതെനിക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ സെൽഫ് ബിലീഫാണ് ആദ്യം വേണ്ടത്. അത് നിങ്ങൾ എപ്പോൾ റെഡിയാക്കുന്നോ നിങ്ങൾ അവിടെ വിജയിച്ചു തുടങ്ങി. ഓക്കെ, നമ്മുടെ സെൽഫ് ബിലീഫാണ്. ഇപ്പൊ വിക്രമാദിത്യ സിനിമയിൽ പറയുന്ന ക്ലൈമാക്സിലെ ഡയലോഗ് തന്നെയാണ് ഇല്ലേ. എന്താ പറയുന്നത്, ചെറിയ ലക്ഷ്യങ്ങൾ തട്ടി വീഴുമ്പോൾ വലിയ ലക്ഷ്യങ്ങളെ നമ്മൾ തേടിയെത്തും. എപ്പോ? വീണ്ടും ഓടുന്നവർക്ക് മാത്രം ഇല്ലേ. അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് ഈസ് അബൌട്ട് ഓൾ അബൌട്ട് ഗീവിങ് ആൻസേഴ്സ്. ഓക്കെ, ആൻസേഴ്സ് കൊടുക്കുക, നമ്മുടെ ഹേറ്റേഴ്സിന്റെ വായ അടയ്ക്കുക. ഓക്കെ, നമ്മള് എന്താ പറയാ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് നീ നുണ പറയാനല്ലേ കോളേജിൽ മറ്റേ കോടതി കൂടെ. ഗൈസ്, ഈ കോടതി പോയിട്ട് ആരും നുണയൊന്നും പറയണമെന്നില്ല. നമ്മുടെ കക്ഷികൾക്ക് വേണ്ടി നമ്മൾ പോയി വാദിക്കും ഇല്ലേ. ഇപ്പൊ ഈ പറയുന്ന സോ കോൾഡ് ആൾക്കാര് നീ അവിടെ പോയിട്ട് നുണയെ പറഞ്ഞ, നാളെ ഒരു പ്രശ്നം വരുമ്പോ അവര് നമ്മുടെ അടുത്ത് ഓടിയെത്തും. ഇത്രയേ ഉള്ളൂ. അവിടെ പോയിട്ട് നുണയല്ല പറയുന്നത്, നമ്മുടെ കക്ഷികൾക്ക് വേണ്ടിയേ വാദിക്കും. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇവിടെ ഇതൊക്കെ പെർസ്പെക്റ്റീവാണ്. ഈ നന്മ തിന്മ എന്നൊരു സാധനമൊന്നും ഇല്ല. ഓക്കെ, ഇതൊക്കെ ഒരു പെർസ്പെക്റ്റീവാണ്. എബി പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പെർസ്പെക്റ്റീവാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ നീതിയുടെ ഒപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ എന്നൊന്നും പറയുന്നു. ഓക്കെ, ശരി, നാളെ എനിക്ക് ഒരു ആർട്ടിസ്റ്റായിട്ടോ ഒരാൾക്ക് വേണ്ടി വാദിക്കേണ്ടി വരും. ഇറ്റ്സ് അബൌട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്യും ഇല്ലേ, പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്യുക. അതാണ്
അവിടെ ഫീലിങ്സിനോ ഇമോഷൻസിനോ ഒന്നും അവിടെ റൂമില്ല. ഫോർ ദാറ്റ് ബി ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ വേറെ കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്താ പറയാ, ബാക്കി കാര്യങ്ങൾ ഇതിൽ ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഏതൊരു പ്രായത്തിലുള്ളവർക്ക് എല്ലാം കയറി പഠിക്കാം പറ്റും. ഞാൻ പറഞ്ഞു ഏതൊരു പ്രായത്തിൽ ആർക്ക് വേണം പഠിക്കാൻ പറ്റും. ഇപ്പൊ നിലവില് എന്ത് ചെയ്യുന്നുണ്ട്, ഏജ് ലിമിറ്റേഷൻ ഇല്ല. ഓക്കെ, ഏജ് ലിമിറ്റേഷൻ ഇല്ല. ഇപ്പൊ നിലവിൽ ഏജ് ലിമിറ്റേഷൻ ഇല്ല. ഇനി പറയാൻ പറ്റില്ല. എന്താ പറയാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരും. ഓക്കെ, ഞാൻ 2017 എഴുതുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എന്റെ സെന്റർ ആകെ ഒരു സ്കൂളിലാണ് എക്സാം സെന്റർ ആയിട്ടുണ്ടായത്. ഒരു സ്കൂൾ, ഹോളി ഫാമിലി സ്കൂളിലായിരുന്നു. അവിടെയായിരുന്നു എക്സാം സെന്റർ. അവിടെയാണ് തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയ്ക്കുള്ള മൊത്തം ആൾക്കാർ അവിടെ എഴുതുന്നു. ഓക്കെ, പക്ഷെ ഇന്ന് അതേ സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിൽ 5 സെന്ററുകളാണ്. നമ്മളാക്കണ്ട കോമ്പറ്റീഷൻ മാറിയത് കണ്ടിട്ട്. സോ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇപ്പോ ഇഫ് നോട്ട് നൗ ദെൻ ഇപ്പൊ ചെയ്യണം. ഈ എൻട്രൻസ് പഠിച്ച് എഴുതി ഇപ്പൊ തന്നെ കയറണം. ഈ തൊട്ടടുത്ത വർഷത്തോ അതിന്റെ പിന്നത്തെ വർഷത്തേക്ക് ഒന്നും തന്നെ വെക്കരുത്. ബിക്കോസ് കോമ്പറ്റീഷൻ വളരെയധികം കൂടി. കാരണം ഈ കോഴ്സിന്റെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ കോഴ്സിന്റെ സ്കോപ്പുകൾ നമ്മൾ നോർമലി ഇപ്പൊ കോടതി പോയി വക്കീലായിട്ട് വാദിക്കുക എന്നൊരു മാത്രമല്ല ഇത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. സോ ഓപ്പർച്യൂണിറ്റീസും എന്താ പറയുക സാധ്യതകളും കൂടി വരിക. സോ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത എൻട്രൻസിൽ നമ്മൾ എഴുതിക്കാറ്. പിന്നെ സ്ട്രേറ്റ് ടു മൈ പോയിന്റ്, നമ്മളിപ്പോ ഇവിടെ ഒരു വർഷത്തെ ഒരു കോച്ചിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മെന്റാലിറ്റിയെ മാറ്റർ ചെയ്യും. കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്, ഇത് രണ്ടുമാണ് കാര്യം. ഓക്കെ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞാനൊരു 7-8 കൊല്ലമായിട്ട് എൻട്രൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്. ഓക്കെ, നിങ്ങളിപ്പോ ഇന്ന് ഇവിടെ ക്ലാസ്സിൽ കയറുന്നു, നാളെ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഡോക്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, മറ്റന്നാൾ ക്ലാസ്സിൽ കയറും, അതിന്റെ പിറ്റന്നാളും ക്ലാസ്സിൽ കയറും, അടുത്ത മാസം ഈ സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ കയറും, അടുത്ത മാസം നിങ്ങൾ ക്ലാസ്സിൽ കയറും. അതാണ് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ഒരു സാധനം റൊട്ടീനായിട്ട് ഡെയിലി ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇനിയിപ്പോ കുറച്ച് കഴിവ് കുറവാണെങ്കിലും, കുറച്ച് IQ കുറവാണെങ്കിലും, കുറച്ച് എന്താ പറയാ ബുദ്ധി കുറവാണെങ്കിൽ സക്സീഡ് ആവും. ഇത് ബുദ്ധി മാത്രമുള്ള കളികളൊന്നും അല്ല. ഓക്കെ, കുറെയൊക്കെ ഹാർഡ് വർക്കാണ്. ഒരു 60% ഹാർഡ് വർക്ക്. ഓക്കെ, ഡെയിലി ഒരു സാധനം ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിസൾട്ട് വരുന്നേ. ഇത് ബുദ്ധിരാക്ഷസന്മാർക്കും അല്ലെങ്കിൽ അസാമാന്യ ബുദ്ധി ഉള്ളവർക്കൊന്നും മാത്രം പറഞ്ഞിട്ടുള്ള സാധനമൊന്നും അല്ല. കൺസിസ്റ്റന്റ് ആയി പഠിക്കാൻ പറ്റുമോ, കൺസിസ്റ്റന്റ് ഡെയിലി ഒന്ന് പഠിക്കാൻ പറ്റുമോ, അത് തന്നെയാണ്. സോ കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്. പ്രത്യേകിച്ച് ഒരു 1 ഇയർ റിപ്പീറ്റിംഗ് ബാച്ചിന് തയ്യാറെടുക്കുമ്പോൾ കൺസിസ്റ്റൻസി ആണ് നിങ്ങൾ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് 1 മണിക്കൂർ ഡെയിലി പഠിക്കുന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് അടുത്ത 365 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വർഷം ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ എക്സാം വരുന്നില്ല, എന്നാലും 365 ദിവസവും ഇല്ല, ഒരു 250 ദിവസം വിചാരിക്കും. ആ 250 ദിവസവും നിങ്ങൾക്ക് ആ 1 മണിക്കൂർ വെച്ച് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നേ. ഇനി നിങ്ങൾക്ക് 2 മണിക്കൂറാണ് പഠിച്ചിരിക്കുന്നത്, അടുത്ത 250 ദിവസം നിങ്ങൾക്ക് ആ 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന റിസൾട്ട് വരുന്നത്. ഇത് ഒരു ദിവസം 1 മണിക്കൂർ പഠിച്ചു, പിറ്റത്തെ ദിവസം പഠിച്ചില്ല, തൊട്ടടുത്ത ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിറ്റത്തെ 5 ദിവസത്തേക്ക് പഠിച്ചു, വല്ല കാര്യമുണ്ടോ? നത്തിങ്. അതിലൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. കൺസിസ്റ്റന്റ് ആയി ഡെയിലി ആയിട്ട് പറയാം, ഹാർഡ് വർക്ക് ചെയ്യണം മൈൻഡ് സെറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുന്ന് നിങ്ങളിപ്പോ ഓറിയന്റേഷൻ ക്ലാസ്സിൽ കയറുന്നു, എന്താ പറയാ, നമ്മൾ ഇത് കഴിഞ്ഞ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു സ്റ്റഡി പ്ലാൻ. കാരണം നമുക്കിതിപ്പോ അവിയലിന് കഷ്ണം അരിക്കണ മാതിരി അരിഞ്ഞു കഴിഞ്ഞ കാര്യം നടക്കില്ല. വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ ടാർഗറ്റ് ചെയ്ത് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്ര അധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. അപ്പൊ വെൽ പ്ലാൻഡ് ആയിട്ട് പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടുന്ന് അഡ്ലീഗം കോച്ചിങ് ക്ലാസ്സിൽ നമുക്ക് കൃത്യമായി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ തരും. അതായത് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്ട് നോക്കണം, അത് എത്രത്തോളം നോക്കണം, അതായത് ഈ മാസം ഏതൊക്കെ സബ്ജക്ട് ഫോക്കസ് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ നോക്കണം, കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും, GK എവിടെ നിന്നൊക്കെ നോക്കണം. അപ്പൊ ഒരു ആഴ്ചയിൽ ഇപ്പൊ നമുക്ക് ഇത്രയധികം വീക്സ് ഉണ്ട്, ഓരോ ആഴ്ചയും നിങ്ങളുടെ സമയം എങ്ങനെയൊക്കെ മാറ്റി വെക്കാം,
ഓക്കെ, എങ്ങനെയൊക്കെ ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ട് മാറ്റുക, അതിങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. അത് ഈ PSC പഠിക്കുന്ന ചേട്ടനും ചേച്ചിമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു അത് സാധനം തന്നെ ഇവിടെ നമ്മൾ ചെയ്യണം. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, അതായത് ഇന്ന ദിവസങ്ങൾ ഏതൊക്കെ, ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, അതിനെപ്പറ്റി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ. ഓക്കെ, സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആദ്യം നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പണിയാണ്. സബ്ജക്റ്റ് പഠിപ്പിക്കലല്ല സത്യം പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്. നിങ്ങളെ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം ചെയ്യാറ്. അപ്പൊ അത് നമ്മൾ ഇവിടുന്ന് അറ്റ്ലീഗത്തിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സൺഡേസും നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. ഈ മോട്ടിവേഷൻ ക്ലാസ് പറഞ്ഞാൽ മോട്ടിവേഷൻ മാത്രമല്ല, 1-to-1 ആയിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വക്കീലന്മാരാണ് ശരിയാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കണ്ടെത്തുക നമ്മൾ ഏറ്റവും വലിയ കാര്യം ചെയ്തത്. അപ്പൊ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നിങ്ങളോട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പരസ്പരം സംസാരിച്ച് എന്ത് ചെയ്യും, ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു നിങ്ങൾ റിസൾട്ട് നേടണം അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് അടിക്കണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണെന്നുള്ളൊരു കളക്റ്റീവ് ആയിട്ടുള്ള സമീപനത്തിന് എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ സൺഡേസ് നമ്മൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരാൻ പോകുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. കാരണം ഒരു 1 ഇയറിലേക്ക് നിൽക്കുമ്പോൾ സ്റ്റഡി പ്ലാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഔട്ട് ആവും. 2 ദിവസം പഠിക്കും, 3-ാമത്തെ ദിവസം നിങ്ങൾ ഫോക്കസ് ഔട്ട് ആവും. സ്റ്റഡി പ്ലാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ക്ലിയർ സിലബസ് 8 വർഷത്തിന് ശേഷം, ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവും കാരണം നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചു. അപ്പോൾ ഒരു 8 വർഷത്തിന് ശേഷം ഈ വർഷം സിലബസ് പരിഷ്കരിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ സിലബസ് പരിഷ്കരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ സിലബസിനെ പറ്റി പറയാം. 3 ഇയറിനും 5 ഇയറിനും സെപ്പറേറ്റ് എക്സാം, ഒരു ദിവസം 3 ഇയറും ഒരു ദിവസം 5 ഇയറും. ഈ വർഷം ഒരേ ദിവസം തന്നെയാണ് 3 ഇയറിന്റെ 5 ഇയറിന്റെ സെപ്പറേറ്റ് എക്സാം ആണ്, പക്ഷേ സിലബസ് ഒന്നാണ്. ഓക്കെ, സിലബസ് ഒന്നാണ്. അതിലെ സിലബസിൽ 120 ചോദ്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. ഓക്കെ, 120 ചോദ്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. 2 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ടൈം ഉള്ളത്. ഓക്കെ, 120 ചോദ്യങ്ങൾ 2 മണിക്കൂർ. അതിലെ 120 ചോദ്യങ്ങളിലെ 42 ചോദ്യങ്ങൾ 42 ചോദ്യങ്ങൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ലീഗൽ ഭാഗത്തുനിന്ന് നമ്മൾ അവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലീഗൽ ക്ലാസ്സുകൾ. ഓക്കെ, ഇവിടെ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സിന്, ആക്റ്റീവ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സാണ്. നിങ്ങൾക്ക് ഇവരെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് നിയമം ആർക്കും തന്നെ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഡെയിലി കോടതിയിൽ പോയി കോടതി ഓഫീസിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരാണ്. എല്ലാത്തരം നിയമങ്ങളും ഏത് ലെവലിൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അപ്പൊ 120 ചോദ്യങ്ങളെ 42 ചോദ്യങ്ങൾ ലീഗൽ ഭാഗത്തുണ്ട്. പിന്നെ 36 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ. ഓക്കെ, 36 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് വരും. പിന്നെ ഒരു 15 ചോദ്യങ്ങൾ മാത്സും അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി. ഓക്കെ, മാത്സും അതുപോലെ മെന്റൽ എബിലിറ്റി. മെയിൻ ആയിട്ട് മാത്സ് ക്ലാസ് ഡീൽ ചെയ്യുന്നത് അശ്വിൻ സാറാണ് നിങ്ങൾക്ക്. ഓക്കെ, പുള്ളിക്കാരൻ MSc മാത്തമാറ്റിക്സ് ആണ്, പുള്ളിക്കാരനാണ് നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സിൽ ലീഡ് ചെയ്യുക. ഓക്കെ, ഒരു 15 ചോദ്യങ്ങൾ അരിത്തമെറ്റിക്കും മെന്റൽ എബിലിറ്റി ഭാഗത്ത്. അതായത് നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ വെറിയഡ് ആവുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് കട്ട് ആക്കിയിട്ടേ വിടുള്ളൂ, നിങ്ങൾക്ക് എക്സാമിന് വിടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ഈ വർഷം കോച്ചിങ് എടുത്ത കുട്ടികൾ ഇപ്പോൾ 4 ഗവൺമെന്റ് ലോ കോളേജിൽ നമ്മുടെ അഡ്മിഷൻസ് ആയിട്ടുണ്ട്. ഒക്കെ അവർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്, നമ്മുടെ കോച്ചിങ് നമ്മുടെ സർവീസിലൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അത് നമ്മളൊരു എന്താ പറയുക, ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സർവീസ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വരും. ആ ട്രസ്റ്റ് കീപ്പ് അപ്പ് ചെയ്യേണ്ടത് ഒരു വക്കീൽ എന്ന നിലയ്ക്കും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ 42 ലീഗലും 36 ഇംഗ്ലീഷും 15 മാത്സും പിന്നെ ഒരു 27 ക്വസ്റ്റ്യൻ GK ഭാഗത്തുനിന്ന്, GKയും കറണ്ട് അഫയേഴ്സും. അത് നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ക്ലാസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും വരും. അങ്ങനെ 120 ചോദ്യങ്ങളാണ് വരുന്നത് മൊത്തം. ഓക്കെ, അതിലെ ടോട്ടൽ 360 മാർക്കായി. കഴിഞ്ഞ വർഷം വരെ 600 മാർക്കിലായിരുന്നു ടോട്ടൽ. ഈ വർഷം അത് എന്ത് ചെയ്തു, സിലബസ് പരിഷ്കരിച്ച് എന്ത് ചെയ്യുന്നു, ഇപ്പൊ 360 മാർക്ക്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വില്ലനായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു വില്ലൻ. ഓക്കെ, അപ്പോ ഒരു തെറ്റുത്തരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന്റെ മാർക്കും പോകും, പോരാതെ ഒരു മൈനസ് പോകും. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റി ടോട്ടൽ 4 മാർക്ക് നിങ്ങളെയും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു വില്ലനും ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് വില്ലൻ. ഓക്കെ, ഒരു ലോ കോളേജിൽ ആരൊക്കെ കയറണം തീരുമാനിച്ചു ഈ നെഗറ്റീവ് മാർക്ക്. പല കുട്ടികളും നന്നായി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി നെഗറ്റീവ് മാർക്കും കൊണ്ട് എന്താ പറയാ
പെട്ടുപോയ ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മൾ കണ്ടപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ള കാര്യം മൈൻഡ് അത് നെഗറ്റീവ് മാർക്കിംഗ് കൗണ്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തിക്ക് പഠിക്കും. നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന പോലെയോ ഡിഗ്രി പഠിക്കുന്ന പോലെയോ അല്ലേ. അത് ആദ്യം മനസ്സിലാക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കും. അതായത് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. അതാണ് എൻട്രൻസ് പ്രവേശന പരീക്ഷ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കാം. പിന്നെ മോഡൽ ഓഫ് എക്സാം എന്ന് പറയുന്നത് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മിക്കതും എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ആയിരിക്കും സെന്റർ വരിക. നിങ്ങളവിടെ പോയിട്ട് കമ്പ്യൂട്ടറിൽ തന്നെയാണ് മറ്റേ ഓപ്ഷൻസ് മാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. കമ്പ്യൂട്ടർ എക്സാം എഴുതിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ പൊതുവെ ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ എക്സാം എഴുതാത്ത ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് ആണ്, പേപ്പർ OMR അല്ല, ഓൺലൈൻ ടെസ്റ്റ് ആണ് മോഡൽ ഓഫ് എക്സാം വരുന്നത്. അത് ഏതെങ്കിലും നമ്മുടെ ജില്ലയിൽ തന്നെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും മിക്കത് സെന്റർ കിട്ടും. അവിടെ പോയിട്ട് നമ്മൾ എഴുതാം. 2 മണിക്കൂർ പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഏജ് റെസ്ട്രിക്ഷൻസ് നിലവിൽ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിലവിൽ ഏജ് ഉണ്ടെന്ന ഏത് ഏജിലുള്ള ആൾക്കാർ LLB എടുക്കാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏജ് റെസ്ട്രിക്ഷൻ. പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നമ്മുടെ സമയം അത്യാവശ്യം വൈകി. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. നിങ്ങൾ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കോച്ചിങ് തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിൽ വരുന്നുണ്ട്. ആപ്പിലൂടെയും പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ മീൻസ് ഗൂഗിൾ മീറ്റ് വഴിയും ഉണ്ട്, ആപ്പ് ത്രൂ റെക്കോർഡർ ക്ലാസ്സുകളും ഉണ്ട്. ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ ഈ കോഴ്സിന്റെ എത്രയൊക്കെ മാർക്ക് കിട്ടിയാൽ എത്രയൊക്കെ റാങ്കിലെത്തും, എത്രയൊക്കെ കിട്ടിയാൽ ലോ കോളേജ് കയറും, ഗവൺമെന്റ് ലോ കോളേജ് കയറും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്പൊ പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പോയി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സമയം ഒരുപാട് അതിക്രമിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. എന്തെങ്കിലും ഈ മറ്റേ എൻട്രൻസിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഓടി ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യം എനിക്കും നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ പറഞ്ഞു, അറിയാത്ത കാര്യമാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് എൻട്രൻസിന്റെ പ്രിപ്പറേഷനിലോ ഇനിയിപ്പോ ഈ ലീഗൽ സബ്ജക്ട് ഇംഗ്ലീഷ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് സമയത്ത് നമ്മൾ പറയും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ സിലബസ് പ്രകാരം നമുക്കറിയാം. ലീഗൽ എന്ന് പറഞ്ഞാൽ ലീഗൽ സബ്ജക്റ്റുകൾ എത്ര എണ്ണം ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ എൻട്രൻസ് സംബന്ധിച്ചോളം കുറച്ച് ലീഗൽ സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ്. അപ്പൊ നമ്മൾ അത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആപ്പിലൂടെ മറ്റേ മോഡൽ എക്സാംസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വീക്കിലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള നമ്മൾ എല്ലാ ഏത് രീതിയിലുള്ള അപ്രൂവ്മെന്റ് ഔട്ട്ലുക്ക് തരാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരോടുണ്ട്. ഡോണ്ട് വറി, നിങ്ങൾ ധൈര്യമായിട്ട് ചേർന്നോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് ഏത് തരത്തിലുള്ള അസിസ്റ്റൻസ് തരാനും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ മെയിൻ. അല്ലാണ്ട് നമ്മളിപ്പോ എന്താ പറയാ വെറുതെ പൈസയും മേടിച്ച് എന്തെങ്കിലും ക്ലാസ് തന്ന് എന്തെങ്കിലും മേടിച്ച് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഞങ്ങളൊക്കെ സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഞങ്ങളൊന്നും ഗൈഡ് ചെയ്യാൻ പോലും പലരാളും ആരില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈഡ് ചെയ്യാന്ന് പറയുന്നത് സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ. ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് വരുന്നത് മിക്കതും ഈ വർഷം നടന്നത് ഓഗസ്റ്റിലാണ്. മിക്കത് 2025 ഓഗസ്റ്റ് ആകുമ്പോൾ പ്രതീക്ഷിക്കാം. ടെന്റേറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റില്ല. മാർക്കിംഗ് ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. 120 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 360 ടോട്ടൽ വരും. ഫീ സ്ട്രക്ചർ ഗവൺമെന്റിൽ പഠിക്കാൻ യാതൊരുവിധ ഫീയും ഇല്ല. നിങ്ങളുടെ വരുമാനം 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഈ ഗ്രാൻസ് കിട്ടും. ഫ്രീ ആയിട്ട് 5 കൊല്ലം 3 കൊല്ലം ഫ്രീ ആയിട്ട് പഠിക്കും. ഇത് സ്കോളർഷിപ്പ് പഠിക്കും. ഏറ്റവും ബെസ്റ്റ് ടീച്ചർമാർ, ഏറ്റവും ബെസ്റ്റ് ലൈബ്രറി, ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റി, ഏറ്റവും ബെസ്റ്റ് ജീവിതം. അയ്യോ, നമ്മൾ പഠിക്കുമ്പോൾ ഗവൺമെന്റ് മെറിറ്റ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുക അതിന്റെ ഡിഫറൻസ് ഇല്ല. കിട്ടുന്ന ഫ്രീഡം ആയിക്കോട്ടെ. നിങ്ങൾ വസ്ത്രത്തിൽ നിന്ന് ആരും എന്താ അറിയാൻ ഇഷ്ടമുള്ള ഭാഗം ഡ്രസ് ധരിച്ചു വരാം. അതിനൊന്നും നിങ്ങളൊന്നും ആരെ ചോദ്യം ചെയ്യാം. നീ എന്താ ഇതിട്ടിരിക്കുന്നത്, നീ എന്താ അതിടുന്നത് ചോദിക്കാൻ വരില്ല. ഫ്രീഡം ദാറ്റ് ഇസ് സംതിങ്. ആ ഫ്രീഡം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. അത് നമ്മളെപ്പോഴും പോസിറ്റീവായ സെൻസിൽ ഉപയോഗിക്കാം. സാർ ഞാൻ കഴിഞ്ഞ വർഷം എൻട്രൻസ് എഴുതിയായിരുന്നു, പക്ഷെ മാർക്ക് കുറവായിരുന്നു. ഉണ്ടായി. സെക്കൻഡ് ട്രൈ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. എത്ര വേണം ട്രൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്ക് ആ ഫയർ ഉള്ളിലുണ്ടായാൽ മതി. ഒരു ഫയർ ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. യു ക്യാൻ വർക്ക്. ഇപ്പോൾ 1 വർഷം എഴുതി, അപ്പൊ എക്സ്പീരിയൻസ് ആയി. അപ്പൊ പിന്നെ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് എഴുതി ട്രാക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇഷ്ടമുള്ള ഗവൺമെന്റ് കോളേജിൽ കയറി പഠിക്കും. ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡൻസ് 3 ഇയർ എൻട്രൻസ് എഴുതാൻ പറ്റും. ഡിഗ്രി ഇപ്പൊ ഏത് വർഷം കഴിയുക, 2025 മാർച്ചിലാണ് ഡിഗ്രി കഴിയുന്നത് പറ്റിയ നിങ്ങൾക്ക്.
ഇനി ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഓഡിയോ ഓണാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. നോ ഇഷ്യൂ, ഞാൻ തേർഡ് അറ്റംപ്റ്റ്. ഓക്കെ, ഇഷ്യൂ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് നോട്ട് നത്തിങ്, അത് പറഞ്ഞു കിട്ടുമോ ഇതും ഞാൻ പറഞ്ഞത്. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നമ്മൾ എന്താ പറയാ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ വർഷം തന്നെ സിവിൽ സർവീസിന്റെ റാങ്ക് ഞാൻ ന്യൂസ് ലെറ്റർ കണ്ട ഒരു പെൺകുട്ടി, അവള് 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. 5ാമത്തെ അറ്റംപ്റ്റ് നിങ്ങൾ ആലോചിക്കണം. സിവിൽ സർവീസ് പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് 5ാമത്തെ അറ്റംപ്റ്റ് 3 തവണ പുള്ളിക്കായി മെയിൻസ് പാസ് പ്രിലിംസ് പാസ്സായിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം സിവിൽ സർവീസ് 2 ലെവല്, പ്രിലിംസ് മെയിൻസ് ചെയ്യുമ്പോൾ 3 തവണ പ്രിലിംസ് പാസ്സായി. 4ാമത്തെ തവണ പ്രിലിംസ് പാസ്സായി ബേസിൽ പോയി. 5ാമത്തെ തവണ പുള്ളിക്കാരി ക്രാക്ക് ചെയ്ത് IAS കാര്യം. ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഗൈഡ് ഏതാ ഫോളോ ചെയ്യേണ്ട, ഗൈഡ് പ്രൊവൈഡ് ചെയ്യോ. ഓക്കെ, നമ്മളിപ്പോ ഇത്തവണ ഗൈഡിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതായിട്ടില്ല. നമ്മളിപ്പോ ക്ലാസ് ജോയിൻ ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഔട്ട്ലുക്ക് നമുക്ക് തരാനുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ ഗൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏത് ഗൈഡ് റെഫർ ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ നമ്മൾ ക്ലാസ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ പീരീഡ് ഫുള്ള് നിങ്ങളെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആ റൂട്ടിലേക്ക് എത്തിക്കുക. ആ റൂട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ് തുടങ്ങുള്ളൂ. ഓക്കെ, കാരണം ട്രാക്കിൽ എത്തിക്കാണ്ട് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഒരു ഇത് കിട്ടും. ട്രാക്കിൽ എത്തിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ വേണ്ട പോലെ ആവശ്യത്തിന് കൊടുക്കും. അത് ചെയ്യും. ഓക്കെ, +2 കഴിഞ്ഞ് 9 വർഷം ഗ്യാപ്പ് ഉണ്ടാവും. 5 ഇയർ എഴുതാൻ പറ്റുമോ? ഡിസ്റ്റന്റ് ഡിഗ്രി വാലിഡ് ആണ്. അത് ഏത് യൂണിവേഴ്സിറ്റി അനുസരിച്ച്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റന്റ് ഡിഗ്രി വാലിഡ് ആണ്. ഇഗ്നോയുടെ ഡിസ്റ്റന്റ് ഡിഗ്രി വാലിഡ് ആണ്. ഓക്കെ, വേറെ ചില യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റന്റ് ഡിഗ്രി വാലിഡ് ആണ്. സാർ ചേരുമ്പോൾ തന്നെ ക്യാഷ് ഫുള്ളായിട്ട് അടയ്ക്കണം എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അത് നിങ്ങളെ അഡ്വോക്കിന്റെ നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടൂട്ടാ. ഞാനിവിടെ ക്ലാസ് ആണ് എടുക്കുന്നത്. അതിന്റെ പിൻ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്യാറില്ല. നിങ്ങൾ അവർ അഡ്വോക്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഐ വിൽ കംപ്ലീറ്റ്, സോ ക്യാൻ ഗോ ഫോർ 2000. ഓക്കെ, നെക്സ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അമേരിക്കൻ പഠിച്ചു കഴിഞ്ഞു. PSC എക്സാമിനും ഏജ് ലിമിറ്റ് ഇല്ലേ? PSC എക്സാമിന് ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ. അത് ഓരോ എക്സാമിനനുസരിച്ചാണ്. PSC എക്സാമിന് ഏജ് ലിമിറ്റ് ഉണ്ട്. LLB പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ PSC ഒക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, PSC ഓരോ എക്സാമിനനുസരിച്ച് ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ആരും ഓഡിയോ ഓണൊക്കെ ആയിട്ട് സംസാരിക്കും. എല്ലാവരും മെസ്സേജ് ആണല്ലോ. നമ്മള് വക്കീലന്മാരാട്ടാ, നമ്മള് തീപ്പൊരികളാവുന്ന ആൾക്കാരാണ്. ഓഡിയോ ഓണൊക്കെ ആരും ചോദിച്ചിട്ടില്ല. ഹലോ, ഓഡിബിൾ ആണോ? പറഞ്ഞു. ഓക്കെ, എനിക്കൊരു 9 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട് +2 കഴിഞ്ഞിട്ട്. ഹലോ, പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ഇതില് ഡിഗ്രി എനിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഡിസ്റ്റൻസ് ഡിഗ്രി മാത്രമേ എന്റെ മുന്നിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ എൻട്രൻസ് ഇപ്പോ അറ്റൻഡ് ചെയ്തിട്ട് എനിക്കിപ്പോ എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അത് കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോ 1 ഇയർ ഡിഗ്രി എടുത്താൽ അത് വാലിഡ് ആണോ അറിയണം, അല്ലെ 3 ഇയർ ഡിഗ്രി തന്നെയാണോ എടുക്കേണ്ടത്, അല്ലെ റെഗുലർ ഡിഗ്രി എടുക്കേണ്ടി വരുമോ? ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഡിസ്റ്റന്റ് ഡിഗ്രി ഓക്കെ ആണെന്ന് ഇപ്പൊ സാർ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഈ 1 ഇയർ ഡിഗ്രി അതിന് വാലിഡ് ആണോ, അല്ലെ 3 ഇയർ തന്നെ? ജസ്റ്റ് ഒരു മിനിറ്റ്. ഹലോ, ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോളൂ. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിച്ചത് മനസ്സിലായില്ല. LLB പഠിച്ചുകൊണ്ടിരിക്കാൻ ഡിഗ്രി ചെയ്യാനാണ്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? LLB പഠിക്കുന്നതിനൊപ്പം ഡിഗ്രി ചെയ്യാനാണ്? അങ്ങനെ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് 5 ഇയർ LLB എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റും. 5 ഇയറിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, പക്ഷെ എനിക്ക് 9 ഇയർ, അതെ, എനിക്ക് 9 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോ അത് 5 ഇയർ പറ്റില്ല എന്ന് അങ്ങനെ പ്രശ്നങ്ങളോ നിലവിൽ പ്രശ്നം? +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, പ്രശ്നമില്ല. ആ ഗ്യാപ്പ് വന്നു അതൊന്നും മാറ്റർ അല്ല. ഓക്കെ, ഞാനിപ്പോ കറന്റ് ആയിട്ട് ഞാനിവിടെ വയനാട് കോടതിയിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു +2 കഴിഞ്ഞിട്ട് ഒരു 9 ഇയേഴ്സ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് 5 ഇയേഴ്സ് ഞാൻ +2 കഴിഞ്ഞ് 2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞാണല്ലോ ഞാൻ LLBക്ക് ജോയിൻ ചെയ്തു. നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ
ഒരു അഫിഡവിറ്റ് വെച്ചാൽ മതി, അതിന് പ്രശ്നങ്ങളൊന്നും കേട്ടോ. അങ്ങനെ നിങ്ങൾ വരീഡ് ആവും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലീ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, എൻട്രൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇയറിൽ തന്നെ എനിക്കത് ഓക്കെ ആക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു പ്രശ്നമില്ല. ഗ്യാപ്പ് വന്നിട്ട് ഹരേ സാർ, ഹരേ വക്കീലെ, ഹലോ. ഇതില് ഈ ഒരു കുട്ടി ചോദിച്ച ഡൗട്ട് ഉണ്ടല്ലോ, ക്ലർക്ക് ചോദിച്ചു എന്ന് പറയില്ല. അപ്പൊ അതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഫിഡവിറ്റ് ഫയൽ ഇപ്പൊ ഒരു റൂൾ വന്നിട്ടുണ്ട്, എൻറോൾ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, +2 കഴിഞ്ഞിട്ട് മറ്റോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് നോട്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഒരു 50 രൂപയുടെ മുദ്രപത്രത്തില് ഒരു അഫിഡവിറ്റ്, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. അത് എൻറോൾമെന്റിന്റെ സമയത്താട്ടോ, അല്ലാതെ അഡ്മിഷൻ അല്ല. അഡ്മിഷൻ ഒന്നും പ്രശ്നമില്ല. അല്ല അശ്വമത്തിലെ മറ്റേ ജോയിൻ ചെയ്യുമ്പോഴായാലും ഒരു വിഷയമൊന്നും വരില്ല. കാരണം അഫിഡവിറ്റ് കൊടുത്താൽ മതി, ഒരു നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് അഫിഡവിറ്റ് കൊടുത്താൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ചോദിക്കുകയാണ് നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 9 അല്ല 10 അല്ല 15 കൊല്ലം കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളൊന്നും. ഓക്കെ, +2 കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്നാ പറയുന്നത്. എനിക്ക് 5 ഇയർ ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നത്. ഇല്ല, ഒരു പ്രശ്നം. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ ആരൊക്കെയോട്ടുണ്ട്? എൻട്രൻസ് പാസ്സായ ടൈമായി കോഴ്സ്. ഓക്കെ, തിരുത്തിയ +2 എക്സാം കഴിഞ്ഞതാണ്, എനിക്ക് എക്സാം എഴുതാൻ തുല്യത +2 എക്സാം കഴിഞ്ഞതാണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? തുല്യത കഴിഞ്ഞവർക്ക് അതൊന്ന് നോക്കേണ്ടി വരും കേട്ടോ. തുല്യത കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഗവൺമെന്റ് അക്രഡിറ്റഡ് ആണെങ്കിൽ അത് എഴുതാൻ പറ്റും. അത് നോക്കിയിട്ട് ഞാൻ പറയാം. അഡ്വക്കേറ്റിന് കോൺടാക്ട് ചെയ്താൽ മതി, നോക്കിയിട്ട് പറയാം. പിന്നെ എൻട്രൻസ് പാസ്സായാൽ പാർട്ട് ടൈം കോഴ്സ് ചെയ്യാൻ പറ്റുമോ? എൻട്രൻസ് പാസ്സായാൽ ഇല്ല. കേരളത്തിൽ ഇപ്പോൾ ക്ലീ എഴുതി കിട്ടുന്ന കോളേജുകളിലൊക്കെ റെഗുലർ കോഴ്സ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരുന്ന അറ്റൻഡൻസിന്റെ സ്ട്രിക്റ്റ് ആണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറുന്ന ഘട്ടങ്ങൾ വിശദീകരിക്കണം. LLB പഠനം കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പണി എന്ന് പറയുന്നത് വക്കീൽ പണി. ഓക്കെ, കോഴ്സ് കഴിയുക, ഒരു ബാർ കൗൺസിലിൽ പോയി എൻറോൾ ചെയ്യുക, നമ്മളൊരു വക്കീൽ ഓഫീസിൽ കയറും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു 3 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മജിസ്ട്രേറ്റ് എക്സാം എഴുതാൻ പറ്റും. 7 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ജില്ലാ ജഡ്ജി പരീക്ഷ എഴുതാൻ. ഇനി നമുക്ക് കമ്പനീസും അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനീസും പ്രൈവറ്റ് കമ്പനി, ഇവിടെയൊക്കെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ പിന്നെ LLB എന്ന് പറയുന്നത് നോർമൽ ആയിട്ടൊരു ഡിഗ്രിയാണ് അല്ലേ, ഒരു ഡിഗ്രിയാണ്. ആ ഡിഗ്രി വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലികളിൽ ചെയ്യാൻ പറ്റും. PSC എഴുതി ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഭാരതിയാറിൽ ഡിഗ്രി ചെയ്താണ്, എനിക്ക് LLBക്ക് തടസ്സമുണ്ടോ? ഭാരതിയാറിൽ ചെയ്ത ഡിഗ്രി, അതായത് ഭാരതിയാറിൽ ഇയാൾ ഏത് ഡിഗ്രിയാണോ ചെയ്തത് ആ ഡിഗ്രി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ഡിഗ്രി, ഭാരതിയാറിന് എടുത്ത ഡിഗ്രി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. കാരണം ഭാരതിയാറിന്റെ എല്ലാ ഡിഗ്രികളൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും MGയും അതുപോലെ കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റിയും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ചില ഡിഗ്രികളൊക്കെ അംഗീകരിച്ചു, ചിലതൊന്നും അപ്പോൾ തന്റെ ഡിഗ്രി ഇവിടെ ഇക്വാലന്റ് ആണോ, അതുപോലെ തന്നെ അതിവിടെ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. ഓക്കെ, പിന്നെ 3 വർഷത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, TC വേണം, CC വേണം, അതെല്ലാം വേണം. അതായത് നമുക്ക് അഡ്മിഷൻ തരുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് 9 വർഷമായി 3 ഇയർ LLB ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഗ്യാപ്പ് അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിഗ്രി അല്ല +2 എന്നാ പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, 3 ഇയർ LLB ചെയ്യാൻ പറ്റും. ഡിസ്റ്റന്റ് ഡിഗ്രി ചെയ്യാൻ പറ്റുമല്ലോ, കുഴപ്പങ്ങളൊന്നും. കേരള യൂണിവേഴ്സിറ്റി ഒക്കെ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി അല്ല, എന്ന പ്രശ്നങ്ങളൊന്നും. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി MG കാലിക്കറ്റിലൊന്നും നമ്മൾ ഡിസ്റ്റന്റ് ആയി ചെയ്ത ഒരു പ്രശ്നമില്ല. കാരണം അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളല്ലേ. ഈ പുറത്തെ ചില യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ നിന്നൊക്കെ ഡിസ്റ്റന്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. കേരളത്തിനുള്ളിൽ നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചാലും നമുക്കിവിടെ LLB പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളും. കേരളത്തിനെ പുറത്ത് നമ്മളിപ്പോ ഭാരതിയാറിന്റെ എക്സാം, കേരളത്തിന്റെ പുറത്തൊക്കെ നമ്മൾ ഡിഗ്രി പഠിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് LLB ചെയ്യുമ്പോൾ ചില കോഴ്സുകൾക്ക് മാത്രം പ്രശ്നമുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? BBA ആണ് ചെയ്തത്, വാലിഡ് ആണോ അതൊന്ന് അന്വേഷിക്കണം രേഷ്മ. അത് നിങ്ങളുടെ ഇക്വാലന്റ് ആണോ എന്ന് അന്വേഷിക്കണം. ഓക്കെ, BBA ഒക്കെ ഇക്വാലന്റ് ആണെന്ന് എനിക്ക് നോക്കേണ്ടി വരും. നമുക്ക് സൈറ്റിൽ കയറി നമുക്ക് അറിയാൻ പറ്റും അത് ഇക്വാലന്റ് ആണോ. സാർ, ലോ കോളേജ് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് മാർക്ക് എത്ര വേണം? മാർക്കാണ് ഉദ്ദേശിച്ചത്. എൻട്രൻസിന്റെ മാർക്ക് അത് ഞാൻ പിന്നീട് പറഞ്ഞു. അതായത് ഒരു 360 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ട്രൈ ടു സ്കോർ അബൌട്ട്, നമ്മുടെ ഒരു മാർക്ക് 250 അബോവ് നിങ്ങൾ സ്കോർ ചെയ്യുക. 250 അബോവ്, ഒരു 280 അബോവ് സ്കോർ ചെയ്യുക. ഓക്കെ, 360 250 മേൽ സ്കോർ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോളേജിൽ കയറും. പിന്നെ
ആ ഒരു ഗ്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർഷത്തിനനുസരിച്ച് മാറും. പക്ഷെ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ബട്ട് 360 നമ്മുടെ എയിം എന്ന് പറയുന്നത് 280 ആണ്. 250 വരും. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഡിസ്റ്റന്റ് ഉണ്ടോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിർത്തി. എനിക്ക് തോന്നുന്നത് കേരള ലോ അക്കാഡമിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്ക്. കുസാറ്റിൽ ഉണ്ടോ എന്ന് കൂടെ അന്വേഷിച്ചു. എന്തെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലൊന്നും ഓക്കെ കേരള ലോ അക്കാഡമിയിൽ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കും കേട്ടോ. ഓക്കെ, കാരണം മുന്നേ ഉണ്ടായിരുന്നു, മുന്നേ ഈവനിങ് ബാച്ച് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നിർത്തിയത്. ഓക്കെ, വാട്ട്സ് എ ഫീ ഫോർ എൻട്രൻസ് പ്രോഗ്രാം നിങ്ങൾ അഡ്വക്കേറ്റ് നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ഡിസ്റ്റൻസ് കോഴ്സിന് എൻട്രൻസ് വേണം. എൻട്രൻസ് എല്ലാവരും എടുക്കും. LLB കേരളത്തിൽ ഇപ്പൊ ക്ലീയുടെ കീഴിൽ പഠിക്കണം. ക്ലീയുടെ കീഴിൽ വരുന്ന കോളേജുകൾ 4 ഗവൺമെന്റ് കോളേജുകളാണ് ക്ലീയുടെ കീഴിൽ വരുന്നത്. 4 ഗവൺമെന്റ് കോളേജും ഏകദേശം 25 പ്രൈവറ്റ് കോളേജും വരുന്നു. ഓക്കെ, 4 ഗവൺമെന്റ് കോളേജ് ഏതൊക്കെയാ? തൃശ്ശൂർ ലോ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെന്റ് കോളേജ് എറണാകുളം. ഓക്കെ, GLC-കൾ 4 GLC-കൾ. ഈ 4 GLC-കളും പിന്നെ ഏകദേശം 25ഓളം പ്രൈവറ്റ് കോളേജുകളും ക്ലീ എൻട്രൻസിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ വേറെ ഇനി ക്ലീ വഴി മാത്രമല്ല ക്യുസാറ്റിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഓക്കെ, അതിനൊക്കെ നമ്മള് അഡ്വോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് അഡ്മിഷന്റെ ഗൈഡൻസ് വരെ കൊടുക്കും. നിങ്ങൾ എൻട്രൻസ് പാസ്സായി നിങ്ങൾ എന്താ പറയാ അഡ്മിഷൻ കഴിഞ്ഞ് നിങ്ങൾ ലോ കോളേജിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലും കാര്യങ്ങളും അറിയിക്കും. ഓക്കെ, അതിനുള്ള എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും അക്കാഡമിക് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ. ഓക്കെ, അതുപോലെയാണ് നമ്മൾ ഇവിടുന്ന് വരുന്ന എൻട്രൻസുകൾ ഏതൊക്കെയാ, അതിലെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കോഴ്സ് പർച്ചേസ് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ ടോട്ടലായിട്ട് തരും. ഓക്കെ, കേരളത്തിൽ ക്ലിയർ എന്നൊരു എക്സാം മാത്രമല്ല ലോ പഠിക്കാനുള്ളത്, വേറെയും ഉണ്ട്. ക്യുസാറ്റിൽ പഠിക്കും, ക്യുസാറ്റ് എൻട്രൻസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അർജന്റ് ആയിട്ട് മീറ്റിംഗ് വിളിച്ച് നിങ്ങളെ എല്ലാം അറിയിക്കും. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ തരും. സാർ ക്ലീ കൂടാതെ വേറെ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, ഡിഫറൻറ്റ് ആണോ? ഇപ്പൊ ക്യുസാറ്റ് ലോ ഡിപ്പാർട്ട്മെന്റ് അതിലേക്ക് അവർ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. MG യൂണിവേഴ്സിറ്റിക്ക് ലോ ഡിപ്പാർട്ട്മെന്റ് അവർ സെപ്പറേറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ലോ ഡിപ്പാർട്ട്മെന്റ് അവർ സെപ്പറേറ്റ് എൻട്രൻസ് ആണ് നടത്തുന്നത്. ക്ലീയുടെ കീഴിൽ 4 ഗവൺമെന്റ് കോളേജുകളെ വരും, പിന്നെ 25+ ഒരു പ്രൈവറ്റ് കോളേജും വരുന്നത്. കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏതൊക്കെ പഠിക്കാൻ വരുമെന്ന് പറഞ്ഞു തരില്ലേ സാർ? അതൊക്കെ നിങ്ങൾക്ക് തരും. അതൊക്കെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് എന്ന് വെച്ചാൽ ഏകദേശം എൻട്രൻസുകളുടെ അതിൽ ഏത് എൻട്രൻസ് എടുത്താലും ഏകദേശം എല്ലാത്തിന്റെയും ഒരു 80% സിലബസും ഒന്ന് തന്നെയാണ്. ലോ, ഇംഗ്ലീഷ്, മാത്സ്, ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക എൻട്രൻസ്. 80% ഈ എൻട്രൻസിന്റെ സിലബസ്. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒട്ടുമിക്ക എൻട്രൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൂട്ടത്തിൽ എഴുതി പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിനുള്ള രീതിയിലുള്ള എല്ലാ എൻട്രൻസിനും സ്യൂട്ടബിൾ ആയ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്ലീക്ക് വേണ്ടി മാത്രമല്ല ഫോക്കസ്, നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഫോക്കസ് എന്ന് പറയുന്നത് ക്ലീ ആണ്. അത് ശരിയാണ്. പക്ഷെ നമ്മൾ മറ്റ് എൻട്രൻസുകളൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യാറില്ല. മറ്റ് എൻട്രൻസുകളെയും കൂടെ നമ്മൾ നോക്കിക്കണ്ട് ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി നിങ്ങളൊന്ന് വറീഡ് ആവണ്ട. നമ്മൾ അതിനെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ അത് സ്കൂളിൽ വെച്ച് നിങ്ങളുടെ വായിലേക്ക് വെച്ച് നിങ്ങൾ അത് ഇറക്കിയാൽ മാത്രം മതി. ഓക്കെ, എല്ലാം ട്രാക്കിലാക്കി നിങ്ങളൊക്കെ ഓക്കെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ നിങ്ങളെ ട്രെയിനിന്റെ ട്രാക്കിലേക്ക് നിങ്ങൾ ഓടിയാൽ മാത്രം മതി. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ശരി. സാർ, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം BCIയിൽ എൻറോൾ ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റിൽ ലീഗൽ അഡ്വൈസറെ ജോലി ചെയ്യാൻ പറ്റുമോ? അതൊരു ഞാൻ പറയട്ടെ, ഡിസ്റ്റന്റ് ആയിട്ട് LLB ചെയ്യല് സത്യം പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള പരിപാടി. ബാംഗ്ലൂര്, കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡിസ്റ്റന്റ് ആയിട്ട് LLB ചെയ്യുന്നവരുണ്ട്. ക്ലാസ്സിൽ പോലും പോവണ്ട. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കോഴ്സ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി പ്രിസ്ക്രൈബും ചെയ്യില്ല നിങ്ങളെ. കാരണം ഞാൻ അതിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ I personally don't promote distant LLB education. അത് ഉണ്ട്, സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല. ഞാൻ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാറുമില്ല. കാരണം ആ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ. കാരണം ഡിസ്റ്റന്റ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻറോൾ ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുകൾ. ഓക്കെ, എൻറോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എൻറോൾമെന്റ് സമയത്ത് നമ്മൾ ചുമ്മാ അവിടെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർ നമ്മൾ എൻറോൾ ചെയ്യിക്കലല്ല ചെയ്യുന്നത്. എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എൻറോൾ ചെയ്യിപ്പിക്കുള്ളൂ. നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാ നോക്കും,
നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എൻറോൾ ചെയ്യിപ്പിക്കുള്ളൂ. എന്നിട്ട് ചുമ്മാ നമ്മൾ ഓടിപ്പിടിച്ച് പോയി എൻറോൾ ചെയ്യുന്നത് ചെയ്യും. അപ്പോൾ ഐ ഡോണ്ട് പ്രൊമോട്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് അറിയെങ്കിൽ ഇപ്പോൾ ഒരുപാട് സംവിധാനം എന്താ പറയുക അറിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ. ഞാൻ ഇവിടുന്ന് ഒരിക്കലും കുട്ടികളോട് ഞാൻ ഒരിക്കലും അത് ഞാൻ ചെയ്യാൻ പറയത്തില്ല. കാരണം അവരെ നേരെ ഒരുപാട് തട്ടിപ്പുകളും ഉണ്ട്, ഒരുപാട് ഉടായ്പകളും ഉണ്ട്. നമ്മൾ അതിൽ പോയി പെടാതിരിക്കും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കണം. ടൈം ഏകദേശം അതിക്രമിച്ചു, 1.5 മണിക്കൂറായി. നിങ്ങളെല്ലാവരും ഇത്ര നേരം ക്ഷമയോടെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് കറണ്ടൊക്കെ പോയതുകൊണ്ടാണെന്ന് കുറച്ച് സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് നേരത്തെ വരാൻ പറ്റാണ്ടിരുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ല ക്ലാസ് ആയിട്ട് താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എന്താ പറയാ ഫോക്കസ് ആവും. ഓക്കെ, നമ്മൾ ഇത് ബുദ്ധിയും എന്താ പറയാ ബുദ്ധിരാക്ഷസനോ അല്ലെങ്കിൽ അട്ടർ സ്കിൽഫുള്ളോ സ്കില്ലൊന്നും അല്ലത്. ഓക്കെ, അങ്ങനെ ആരും ഇല്ല. ഓക്കെ, ഈ പറയുന്നത് എനിക്ക് പോലും ഇല്ല, എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും. ഓക്കെ, നമ്മള് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്കാണ് മാറ്റർ. ഓക്കെ, ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലന്റ്. ഓക്കെ, നിങ്ങൾ എത്ര ടാലന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോണില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് ടാലന്റ് കുറഞ്ഞാലും നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണോ പോയിട്ട് നിങ്ങൾ ഓക്കെ, നെവർ മൈൻഡ്. ഓക്കെ, അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും, അയ്യോ ഈ കോഴ്സിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും നോക്കണ്ട. നമുക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ ഈ പ്രൊഫഷനിൽ വിജയിക്കും. ഓക്കെ, ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫിറ്റ് ആയിട്ടുള്ള മെന്റലി ടഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് ഇത് എല്ലാവർക്കും നോട്ട് എവരി വൺ സപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് അത് നിങ്ങൾ അറിയിക്കും, നിങ്ങൾ ഗ്രൂപ്പിലും കാര്യങ്ങളും അറിയിക്കും. ഓക്കെ, തുല്യത +2 പരീക്ഷകളുടെ എക്സാം എഴുതി അത് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് അഡ്വക്കേറ്റിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, തുല്യതയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് തുല്യതയുടെ കാര്യം എനിക്കൊന്ന് അന്വേഷണം, കാരണം അത് തെറ്റ് പറഞ്ഞു പറഞ്ഞ് ശരിയാണ്. തുല്യതയുടെ കാര്യം ഒന്ന് അന്വേഷണം. ഓക്കെ, അന്വേഷിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്ന് അഡ്വക്കേറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ട സാറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ആൾ അതിന്റെ വെച്ച് ധാരണയുണ്ട് കേട്ടോ. ഓക്കെ, BBA വാലിഡ് ആണോ അവിടെ ചെക്ക് ചെയ്യേണ്ടത്? BBA അതായത് നമ്മളെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഓരോ യൂണിവേഴ്സിറ്റികളിലെ ഏതൊക്കെ കോഴ്സുകളാണ് അംഗീകരിച്ചത് എന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി അറിയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇവിടെ പഠിക്കണമെങ്കിൽ, ഇപ്പൊ രേഷ്മയ്ക്ക് എന്തായാലും ഇവിടെ പഠിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ രേഷ്മയ്ക്ക് എൻട്രൻസ് എഴുതി കോഴിക്കോട് ലോ കോളേജ് കിട്ടി. കോഴിക്കോട് ലോ കോളേജ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരും. അപ്പൊ എന്തായാലും രേഷ്മ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി ഇക്വാലൻസിയും അതുപോലെ തന്നെ നമ്മുടെ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഓക്കെ, അപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയ കോഴ്സിന് മാത്രമേ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. ഓക്കെ, അത് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ. ഓക്കെ, അന്വേഷിച്ചാൽ കയ്യോടെ തന്നെ ആ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റും മറ്റേ സർട്ടിഫിക്കറ്റ് രണ്ടും ഈ മറ്റേ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചോ. ഓക്കെ, അവര് തരികയാണെങ്കിൽ ആ കോഴ്സ് ഇക്വാലന്റ് അവർ സൈറ്റിൽ കയറി നോക്കി അറിയാൻ പറ്റും. ഓക്കെ, BBA ഒക്കെ വാലിഡ് ആണെന്ന് എന്റെ ഒരു നിഗമനം, എനിക്ക് അറിയത്തില്ല, ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. BBA ഒക്കെ ഭാരതീയറിന്റെ എല്ലാ കോഴ്സുകളും അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ചില കോഴ്സുകളൊക്കെ അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് വരുമ്പോൾ ബാക്കി എന്റെ കാര്യങ്ങൾ ക്ലാസ് വരുമ്പോൾ ഞാൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ഇവിടെ കുറെ ഞാൻ വലിച്ചു നിൽക്കില്ല. ഓക്കെ, ഓക്കെ, അപ്പോ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് യെസ് ഹരി സർ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കണം. സോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ അഡ്വോക്കിനോടൊപ്പം പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഭാവിയിൽ ഒരു അഡ്വക്കേറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. ഗൈസ്.